எந்த கேஸும் சொல்லவே இல்லை. சரி, உங்கள் மேலே ஒரு கமெண்ட் ஆயிருக்கு அப்படின்னு சொல்லி அந்த கமெண்ட்லாம் சிபிஎஸ்சி கோர்ட்லேருந்து வந்திருக்கு பதில் சொன்னாங்க. இது நானா ஒரு இன்னும் புரியவே இல்லை. டி மணின்னு கேட்டாங்க. இல்லைங்க, நான் எம்எஸ் மணி, எம்எஸ் ஃபுல் நேம் சுப்பிரமணியன் சொன்னேன். നമസ്കാരം. ശബരിമല ദ്വാരപാലക ശില്പപാളി, കട്ടിളപ്പാളി, വാതിൽ എന്നിവയിലെ സ്വർണം മോഷണം പോയി എന്ന് ഇതുവരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞുകേട്ട ഡി മണിയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തി. അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘവുമായി ബന്ധമുണ്ട് എന്ന് പ്രവാസി വ്യവസായി SITയോട് പറഞ്ഞ അതേ ഡി മണി തന്റെ പേര് ഡി മണി എന്നല്ല എന്നും പോറ്റി അറിയില്ല എന്നുമൊക്കെ മാധ്യമങ്ങളോട് പറഞ്ഞെങ്കിലും ചിത്രം കണ്ട പ്രവാസി വ്യവസായി സ്ഥിരീകരിച്ചത് ഇതാണ് താൻ പറഞ്ഞ ഡി മണി എന്നാണ്. കൊള്ളയുടെ മാനം മാറുകയാണ്. ഡി മണിയും പോറ്റിയും ഗോവർദ്ധനും അടങ്ങുന്ന ടീം ശബരിമലയിലേതുൾപ്പെടെ പഞ്ചലോഹ വിഗ്രഹ കടത്ത് നടത്തി കോടികൾ തട്ടിയോ? ഡി മണിയുടെ ഡീലിംഗ്സ് ആരുമായാണ്? ഇതിന് ഒത്താശ ചെയ്തത് ആരാണ്? പണം കൈപ്പറ്റിയെന്ന് വ്യവസായി പറഞ്ഞ ഉന്നതൻ ആരാണ്? ചോദ്യങ്ങൾ നിരവധിയാണ്. ഉത്തരം കണ്ടെത്താൻ CBI വരുമോ? എൻകൗണ്ടർ വിശദമായി പരിശോധിക്കുന്നു. സ്വാഗതം. എൻകൗണ്ടറിൽ ഇന്നത്തെ അതിഥികൾ ഡോക്ടർ PK ഗോപൻ CPIM പ്രതിനിധി, ശ്രീ റിജിൽ മാക്കുറ്റി കോൺഗ്രസ് പ്രതിനിധി, ശ്രീ ഷാജി രാഘവൻ BJP പ്രതിനിധി എന്നിവരാണ്. ആദ്യം ഞാൻ പോകുന്നത് ശ്രീ റിജിൽ മാക്കുറ്റിയിലേക്കാണ്. റിജിൽ, ഇനിയിപ്പോൾ നമ്മൾ ഈ ഡി മണിയുടെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. അത് രാവിലെ മുതൽ തുടങ്ങിയതാണ്. പിന്നീട് നമുക്കൊക്കെ അതിൻ്റെ ദൃശ്യങ്ങൾ കിട്ടുന്നു, അയാളുടെ പ്രതികരണവും ലഭിക്കുന്നു. പക്ഷേ താൻ ഈ പറയുന്ന ഡി മണി അല്ല എന്ന് പറയുകയാണ്. മറ്റ് ചില പേരുകൾ, ബാലസുബ്രഹ്മണി എന്നൊക്കെയുള്ള പേരാണ് പറയുന്നത്. ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല, താനൊരു റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുകയാണ്. പക്ഷേ ഇന്ന് നമുക്കറിയാൻ കഴിയുന്നത് SIT നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്, ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് പറഞ്ഞുകൊണ്ട്. കുറേ കാര്യങ്ങൾ ചോദിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നും വിവരം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാനം മാറുകയാണോ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ? ശ്രീമതി അനുജ, യഥാർത്ഥത്തിൽ നമ്മൾ കണ്ട ആളുകൾ മാത്രമല്ല ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന വാർത്തകൾ. ബഹുമാനീയ ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും അദ്ദേഹം സൈറ്റ് കൊടുത്ത മൊഴി ഉൾപ്പെടെ ഈ ഒരു ഘട്ടത്തിൽ വളരെ സുപ്രധാനമായ കാര്യമാണ്. യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ തട്ടിപ്പ് ശബരിമലയിലെ കട്ടിളപ്പാളിയും അതോടൊപ്പം തന്നെ ശില്പങ്ങളിലെ സ്വർണ്ണങ്ങൾ മാത്രമല്ല, യഥാർത്ഥത്തിൽ അവിടെയുള്ള പഞ്ചലോഹ വിഗ്രഹങ്ങൾ പോലും അവിടുന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോയി എന്നുള്ള വാർത്തകൾ വരുമ്പോൾ അവിടെ നിൽക്കുന്ന അയ്യപ്പൻ്റെ വിഗ്രഹം പോലും ഇവരെടുത്തു കൊണ്ടുപോയിട്ടില്ല. അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റൂ എന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത്തരത്തിലുള്ള പുരാവസ്തു തട്ടിപ്പ് അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ പുരാവസ്തു ഒക്കെ കച്ചവടം നടത്തുന്ന ആളുകൾ, ഇതിന് മാഫിയ സംഘത്തിൻ്റെ കയ്യിലേക്ക് ഈ അയ്യപ്പൻ്റെ വിഗ്രഹങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ഈ പറയുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രം സാധിക്കുന്നൊരു കാര്യമല്ല. ആ കാര്യത്തിനകത്ത് വളരെ കൃത്യമായ ഇടപെടൽ അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാരുടെ ഭാഗത്തു നിന്ന്, അതോടൊപ്പം ഉന്നതരായിട്ടുള്ള അന്നത്തെ മന്ത്രി കടകംപള്ളി ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന് വളരെ കൃത്യമായിട്ടുള്ള പിന്തുണയും പിൻബലവും ഒക്കെ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഇത്തരത്തിലൊരു വലിയ കൊള്ള നടത്താൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ കരുതുന്നത്. അതിൻ്റെ ഇപ്പോൾ ഈ പത്മകുമാറും അതോടൊപ്പം തന്നെ വാസു ഉൾപ്പെടെയുള്ള ആളുകളാണ് ജയിലിൽ കിടക്കുന്നതെങ്കിൽ പോലും അതിൻ്റെ ഗ്രാവിറ്റി എന്താണ്, ഇപ്പോൾ അയ്യപ്പൻ്റെ സ്വർണ്ണം എവിടെ എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. അയ്യപ്പൻ്റെ സ്വർണ്ണം എത്ര മോഷ്ടിക്കപ്പെട്ടു, അതെവിടെ കിടക്കുന്നതിനെക്കുറിച്ച് അന്വേഷണ സംഘം ഇതുവരെ ബോധ്യപ്പെടുത്തി. ഈ പറയുന്ന സ്വർണം ഉരുക്കി കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു, അതോടെ 10 പവൻ്റെ മാല അവിടെ കൊടുത്തു എന്നൊക്കെ പറയുന്ന വാർത്തകൾക്കപ്പുറത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ അന്തരീക്ഷത്തിൽ കേൾക്കുന്നതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ഇത്രയും വരുന്ന കിലോ കണക്കിന് വരുന്ന സ്വർണം എവിടെയാണ്? അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി കൊടുത്തോ, അല്ലെങ്കിൽ ഈ വിഗ്രഹങ്ങൾ ഇതൊക്കെ എടുത്തു മാറ്റി കൊടുത്തോ? ഇപ്പോൾ ശബരിമലയുള്ള സ്വർണം പോലും, ദ്വാരപാലക ശില്പ സ്വർണം പോലും ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊക്കെ സംശയിക്കത്തക്ക രൂപത്തിലാണ് കാര്യങ്ങൾ. അപ്പോൾ SIT എന്ന് പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആദ്യഘട്ടത്തിൽ കോടതിയുടെ ഇടപെടലിൻ്റെ ഭാഗമായി ശക്തമായ അന്വേഷണം നടത്തി. പക്ഷേ ഉന്നതരായ ആളുകളിലേക്ക് ഇത് പോകും എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ശങ്കർദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് പ്രതികളാക്കപ്പെടേണ്ട ആളുകളാണ്, അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പർമാരാണ്. അങ്ങനെ ശങ്കർദാസും അതോടൊപ്പം തന്നെ ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് മന്ത്രിമാരിലേക്ക് ഈ കാര്യങ്ങൾ പോകുമെന്നറിഞ്ഞപ്പോൾ വളരെ കൃത്യമായ രൂപത്തിലുള്ള ഇടപെടലുകൾ
SITയുടെ അന്വേഷണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട IPS ഉദ്യോഗസ്ഥന്മാരുടെ ശക്തമായ പിന്തുണയിൽ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തതിനപ്പുറത്തേക്ക് ഇതിൻ്റെ മാനങ്ങൾ പുറത്തു വരുന്നുണ്ട്. ആരാണ് ഡി മണിയെക്കുറിച്ച് പറഞ്ഞതാണ് അന്താരാഷ്ട്ര ഒരു ഇത്തരത്തിലുള്ള കുറ്റവാളിയുടെ കയ്യിലേക്ക് ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ സ്വർണ്ണവും അതോടെ പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഉൾപ്പെടെ പോയി എന്ന് പറയുമ്പോൾ അതിൻ്റെ മാനം ചെറുതായി കാര്യങ്ങളല്ല. ഈ നാട്ടിലെ അയ്യപ്പ ഭക്തന്മാരെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തിനകത്ത് ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗമായി പ്രത്യേകിച്ച് CPM എന്ന് പറയുന്ന പാർട്ടി ഭരിക്കുമ്പോൾ അവരുടെ ഉന്നതരായ നേതാക്കന്മാർ മുൻ MLA-മാരായി ഉൾപ്പെടെയുള്ള ആളുകൾ ജില്ലാ കമ്മിറ്റി അംഗവും സംസ്ഥാന കമ്മിറ്റി അംഗവുമായി പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്തരായ ആളുകൾ ഇതിന് കൂട്ടുനിന്ന് ജയിലിൽ കിടക്കുമ്പോൾ ഇത് ചെറിയ മാനമുള്ള കാര്യമൊന്നുമല്ല. ഇതിൻ്റെ വമ്പൻ സ്രാവുകളുണ്ട്. ആ വമ്പൻ സ്രാവുകളിലേക്ക് അന്വേഷണം പോകണം. കോടതി കർശനമായ രൂപത്തിലുള്ള ഇടപെടൽ നടത്തിയെങ്കിൽ മാത്രമേ ഭാവി ഇനി മുന്നോട്ടുള്ള അന്വേഷണം കൃത്യമായി നടക്കൂ എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അന്വേഷണത്തെ വഴിതിരിച്ച് വിടാൻ അല്ലെങ്കിൽ ആ രൂപത്തിലേക്ക് തങ്ങളുടെ ഇടയിലേക്ക് ഇതെത്തും, അല്ലെങ്കിൽ CPM-ൻ്റെ നേതാക്കന്മാരിലേക്ക് ഇനിയും ഉന്നതരായ നേതാക്കന്മാരുടെ ഇടയിലേക്ക് ഈ അന്വേഷണം വീഴും എന്ന് അറിയുന്നതുകൊണ്ടാണ് പലതരത്തിലുള്ള കിംവദന്തികൾ പരത്തിക്കൊണ്ട് ഇവർ പോകുന്നത്. ഫോട്ടോ പ്രചരിപ്പിച്ചു, സോണിയാഗാന്ധിൻ്റെ അടുക്ക പോയി എന്നൊക്കെയുള്ള ചർച്ചകളാണ് ഇവർ കൊണ്ടുവരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ മറുപടി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് സോണിയാഗാന്ധിൻ്റെ അടുത്ത് പോയത് ഞാൻ അതിലേക്ക് വരാം. ഡോക്ടർ PK ഗോപൻ, ഇപ്പോൾ നമ്മൾ ഇന്ന് കേൾക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രവാസി വ്യവസായി നൽകിയ മൊഴി, അതിന്റെ വിവരങ്ങളൊക്കെ നമ്മുടെ പക്കലുണ്ടായിരുന്നു. പക്ഷെ കൃത്യമായി തന്നെ അങ്ങനെ ഒരാളുണ്ട് എന്നുള്ളതിന്റെ ദൃശ്യങ്ങൾ സഹിതം നമ്മൾ കണ്ടു. അദ്ദേഹം അതൊക്കെ നിഷേധിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമായും നിഷേധിക്കുന്ന ഒരു കാര്യമാകാം. പക്ഷേ ഇത് കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടത്തുന്ന സംഘമാണ് എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്, ഗോവർദ്ധനുണ്ട്, ഈ പറയുന്ന ഡി മണിയുണ്ട്, ഇനി വേറെ ആരൊക്കെയുണ്ട് എന്ന് നമുക്കറിയില്ല. പഞ്ചലോഹ വിഗ്രഹ കടത്ത് നടത്തുന്നു എന്ന് പറയുകയാണ്. അത്തരത്തിലേക്ക് ഈ പുരാവസ്തു മാഫിയ സംഘമാണ് എന്ന് പറയുന്നു. ഇവർ ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള സാധനങ്ങളാണ് മാറ്റിക്കൊണ്ട് പോയിട്ടുള്ളതെന്ന് നമുക്കറിയില്ല. എങ്ങോട്ടേക്കാണ് ഇത് കൊണ്ടുപോയിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നത് നമുക്കറിയില്ല. എത്രയാണ് അതിൻ്റെയൊക്കെ മൂല്യമായി അവർ കൈപ്പറ്റിയിട്ടുള്ളത് നമുക്കറിയില്ല. ഇതിലൊരു ഉന്നതൻ എന്ന് പേരും ഈ പ്രവാസി വ്യവസായി പറഞ്ഞിട്ടുള്ളതായാണ് നമുക്ക് വിവരങ്ങൾ ലഭിച്ചത്. അപ്പോൾ ഈ വ്യവസായി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഡി മണിയിലേക്കും എത്തിയത്. അങ്ങനെ വരുമ്പോൾ ഇത് മറ്റൊരു തലത്തിലേക്ക് പോവുകയല്ലേ ഡോക്ടർ PK ഗോപൻ? ശ്രീ അനുജ, വളരെ ശരിയാണ് നിരീക്ഷണം. നമുക്കത് ഗൗരവമായിട്ട് ചർച്ച ചെയ്യുകയും വേണം. നമ്മൾ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സ്വർണം പ്രശ്നം, ശബരിമല പ്രശ്നമാണ് ചർച്ച ചെയ്തിട്ടുള്ളത് കൂടുതൽ സമയവും. നാളുകളിൽ നമുക്കത് ചർച്ച ചെയ്യണം. പക്ഷേ ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ എടുക്കുന്ന ഒരു ഇരട്ടത്താപ്പിനെയോ അല്ലെങ്കിൽ പക്ഷപാതിത്വത്തെയോ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റില്ല. അത് മറ്റൊരു മുന്നണി സംവിധാനത്തിലായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ച അതാകുമായിരുന്നു. ഇപ്പോൾ തൃശ്ശൂരിലെ മേയർ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ ഇന്നലെ രാത്രി KPCC അല്ലെങ്കിൽ DCC നിശ്ചയിച്ച ഭാരവാഹി ഇന്ന് രാവിലെ മാറുന്നു. അവർ പരസ്യമായിട്ട് ദേശീയ നേതൃത്വത്തിനെതിരായിട്ട് ആക്ഷേപം ഉന്നയിക്കുന്നു. പെട്ടിയും പണവുമായിട്ട് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അടുത്ത് ചെല്ലുന്നവർക്ക് മാത്രമേ അധികാര സ്ഥാനങ്ങൾ ലഭിക്കുമെന്ന് കോൺഗ്രസിൻ്റെ സംസ്ഥാനതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മഹതി തന്നെ വിശദമാക്കിയിരിക്കുകയാണ്. ഇതാണ് തൃശ്ശൂരിലെ കാര്യം. എറണാകുളത്താണെങ്കിൽ KPCCയുടെ ഭാരവാഹിയായിട്ടുള്ള, കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള ഒരു വനിതയെ പരസ്യമായി മേയർ സ്ഥാനത്തേക്ക് പ്രഖ്യാപിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അവരെ ഒഴിവാക്കുന്നു. അത് അവരുടെ കാര്യം, അവരുടെ ആഭ്യന്തര കാര്യം, അതിരിക്കട്ടെ. പക്ഷേ ആ വനിത, ആ കൗൺസിലർ അവിടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്ന്, മേയർഷിപ്പിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. ഇതാണ് കൊച്ചിയിലുണ്ടായത്. കൊല്ലത്താണെങ്കിൽ SDPIയുടെ കൗൺസിലർമാരും പ്രവർത്തകരും വന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മേയർക്ക്, സ്ഥാനാർത്ഥിയല്ല മേയർക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുന്നു. പെരുമ്പാവൂരിലാണെങ്കിൽ ആഗ്രഹിച്ച ആളിന് ഭാരവാഹിത്വം കിട്ടാതെ വന്നപ്പോൾ എൽദോസ് കുന്തപ്പള്ളി MLA-യുടെ ഓഫീസ് തന്നെ അദ്ദേഹം ഒഴിപ്പിച്ചിട്ട് അദ്ദേഹത്തെ പറഞ്ഞു വിടുകയാണ്. തിരുവനന്തപുരത്താണെങ്കിൽ BJPയുടെ IPS താരം ശ്രീലേഖ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായി. യഥാർത്ഥത്തിൽ ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് പോസ്റ്റാണ് കോർപ്പറേഷൻ ചെയർപേഴ്സൺസും അതുപോലെ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺസും എല്ലാം തിരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ. ആ ദിവസങ്ങളിൽ കേരളത്തിലുണ്ടായ സംഭവവികാസങ്ങളെ പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ട് സ്വർണം മാത്രം ചർച്ച ചെയ്താൽ, ഇന്നലെ നമ്മൾ സ്വർണ്ണം ചർച്ച ചെയ്തേ, നാളെ ചർച്ച ചെയ്യണം. ഞാൻ ഇടപെടുകയാണ് ഡോക്ടർ PK ഗോപൻ. ഇന്നലെ നമ്മൾ പ്രശ്നം തന്നെയാണ്
ഇവിടെ ചർച്ച ഞാൻ നടത്തിയത് അതിനെ ക്രൈസ്തവ മാനിക്കുന്നു. ഞാൻ അവസാനിപ്പിച്ചു. വേട്ടയുമായി ഞാൻ അത് അവസാനിപ്പിച്ചു. ബന്ധപ്പെട്ട ഞാൻ അടുത്ത വിഷയമാണ്. സ്വർണ്ണത്തിലേക്ക് സ്വർണ്ണമല്ല വരികയാണ്. നമ്മൾ ഇന്നലെ ഇവിടെ ചർച്ച ചെയ്തത്. ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന്റെ സാങ്കത്യം എന്നുള്ളത് ഈ ഡി മണി എന്നുള്ള ആളിലേക്ക് ഞാൻ പറഞ്ഞത് കൃത്യമായി തന്നെ അന്വേഷണ സംഘം ഇന്നലെ എത്തുകയും അതിന്റെ എന്നുള്ളത് ദൃശ്യങ്ങൾ പുറത്തു വിടുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണവും നമ്മൾ കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഡി മണി എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ പ്രകാരം ഒരു ചെറിയ മീനല്ല, ഒരു അന്താരാഷ്ട്ര മാഫിയ കടത്തുമായി ബന്ധമൊക്കെയുള്ള അങ്ങനെ സംഘത്തിൽ പ്രവർത്തിക്കുന്നയാളാണ് എന്നതാണ്. അതൊരു വലിയ വാർത്തയായി താങ്കൾക്ക് തോന്നാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാനത് വിശദീകരിച്ചു കഴിഞ്ഞു. ഞാൻ എൻ്റെ ചോദ്യത്തിനുള്ള മറുപടിയിലേക്ക് വരൂ ഡോക്ടർ പി കെ ഗോപൻ. ശ്രീ അനുജ, ഈ വാർത്തകളൊന്നും നിങ്ങൾക്ക് വാർത്തയായിട്ട് തോന്നാത്തത് എന്താണ് എന്നെ അതിശയിപ്പിക്കുന്നത്? അത് നമുക്ക് വാർത്തയായി തോന്നിയില്ല എന്ന് താങ്കൾക്ക് എങ്ങനെ പറയാൻ കഴിയും? ഇന്ന് രാവിലെ മുതൽ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇതേ വാർത്തകളാണ്. താങ്കൾ അത് കണ്ടിട്ടില്ല ഡോക്ടർ പി കെ ഗോപൻ. ഇന്ന് രാവിലെ മുതൽ താങ്കൾ ഈ പറഞ്ഞ തൃശ്ശൂരിലുണ്ടായ പ്രശ്നം, കൊച്ചിയിലുണ്ടായ പ്രശ്നം, ഇതെല്ലാം, അതുപോലെ കൊല്ലത്ത് SDPI പിന്തുണ, അത് ആദ്യം ബ്രേക്ക് ചെയ്തത് 24 ആണ്. ആ വാർത്ത ബ്രേക്ക് ചെയ്തതും ആ ചിത്രം പുറത്തുവിട്ടതും 24 ആണ്. താങ്കൾ അത് കണ്ടിട്ടുണ്ടാകില്ല. അപ്പോൾ അത് നമ്മൾ ഈ സമയത്ത് കാര്യമാണ് ചർച്ച ചെയ്യേണ്ടത്. താങ്കൾ പറയുമ്പോൾ താങ്കളുടെ അഭിപ്രായമാണ്. ഡോക്ടർ പി കെ ഗോപൻ, ദയവേത് താങ്കൾ എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ. യെസ്, ഇത് എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ശരി, നിങ്ങളുടെ മാത്രമല്ല, നിങ്ങൾ ആ SDPI പിന്തുണയൊക്കെ 24-ൽ തന്നെ ഞാൻ കണ്ടത് ആ വാർത്ത. ഞാൻ പറഞ്ഞത്, നിങ്ങൾ വാർത്ത കൊടുക്കാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ലല്ലോ. നിങ്ങൾ വൈകുന്നേരത്തെ പ്രൈം ടൈമിലെ ചർച്ചയിൽ ഇത്തരം ഗൗരവമുള്ള പ്രശ്നങ്ങൾ മാറ്റി. ഇത് ഗൗരവമുള്ളതല്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത് ഡോക്ടർ പി കെ ഗോപൻ. ഈ ഡി മണി എന്ന് പറയുന്ന ആളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് അതൊട്ടും ഗൗരവമുള്ള വിഷയമായി താങ്കൾക്ക് തോന്നാത്തത് എന്തുകൊണ്ടാണ്? അല്ല അനുജ, എൻ്റെ ഈ ചർച്ചയിൽ എപ്പോഴെങ്കിലും ആ വിഷയത്തിന് ഗൗരവമില്ലെന്ന് ഞാൻ പറഞ്ഞു? നിങ്ങളുടെയൊക്കെ ഒരു പുതിയ ശൈലി, നമ്മൾ പറയാത്ത കാര്യം നമ്മൾ പറഞ്ഞു എന്ന് സ്ഥാപിക്കാൻ നിങ്ങൾ വല്ലാത്ത പരിശ്രമം നടത്തുന്നുണ്ട്. ഞാൻ അതിന് ഗൗരവമില്ലെന്നാണോ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവവികാസമാണ്. നിങ്ങൾ വാർത്ത കൊടുത്തില്ല എന്നല്ലല്ലോ പറയുന്നത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കഴിഞ്ഞ 2-3 മാസത്തെ ശരിയായ വിധത്തിൽ അത്ര ഞാൻ പറഞ്ഞുള്ളൂ. ഇനി ഞാൻ അങ്ങ് ചോദിച്ചതിലേക്ക് വരാം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി അത് സംബന്ധിച്ച് ഇത്രയും വെള്ളത്തിൽ കിടന്നിട്ടും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ആകെ ഈ അപകടത്തിൽ പെട്ട് കിടന്നിട്ടും അദ്ദേഹം കടകംപള്ളിയെ വിടുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാവ്, കേരളത്തിൻ്റെ ബഹുമാന്യ പ്രതിപക്ഷ നേതാവ് കോടതി കിടന്ന് വെള്ളം കുടിക്കുക സാർ. കഴിഞ്ഞ 8 പ്രാവശ്യമായിട്ട് ബഹുമാന്യ കോടതി അദ്ദേഹത്തോട് തെളിവ് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കടകംപള്ളി സുരേന്ദ്രനെതിരായിട്ട്. അദ്ദേഹം ഫയൽ ചെയ്ത മാനനഷ്ട കേസിൽ ഇതുവരെ തെളിവ് കൊടുത്തിട്ടില്ല. VD സതീശൻ്റെ നിലപാട്, ആരോപിക്കപ്പെട്ട ആരുടെ പേരിലാണോ കുറ്റം ആരോപിച്ചത് അദ്ദേഹം പോയി തെളിയിച്ചോണോന്നാണ്. എന്നിട്ട് ശ്രീ VD സതീശൻ പറഞ്ഞത്, എൻ്റെ പ്രിവിലേജ് ഉപയോഗിച്ച് ഞാനിങ്ങനെ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരിക്കും, തെളിയിക്കേണ്ട ബാധ്യത എനിക്കില്ല. ശരിയാണ്, ഒരു രാഷ്ട്രീയ ആരോപണമാണ് കറക്റ്റ്. അന്നത്തെ ദേവസ്വം മന്ത്രിക്ക് ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട് എന്ന് ഒരാക്ഷേപം ഉന്നയിച്ചാൽ അതിനെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടാണ്, ഒരു അഭിപ്രായമാണ്, ഞങ്ങളായാലും പറയും. പക്ഷെ അതിന് പകരം സ്വർണം കൊടുത്തതിന് കടകംപള്ളി കൂട്ടുന്നതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞത് ശങ്കരാടി മോഡലായിപ്പോയി. അത് കൈ ഉയർത്തിയിട്ട് ഇത് എല്ലാ രേഖയും ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറയുന്ന പരിഹാസ്യ കഥാപാത്രത്തെ ദ്യോതിപ്പിക്കുന്നത്. ഇനി സോണിയാഗാന്ധിയുടെ കൂടെ എടുത്ത പടം, അതിനെ വെറുതെ ന്യായീകരിച്ച് ബുദ്ധിമുട്ടണ്ട. അത് ഏതെങ്കിലും തരത്തിലൊരു ഫംഗ്ഷൻ്റെ ഭാഗമായി യാദൃച്ഛികം എടുക്കുന്ന പടമൊന്നും അല്ലത്. അത് സോണിയാഗാന്ധിയെ എങ്ങനെ കാണണമെന്നൊക്കെ കേരളത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഒരു കാര്യം കൂടി ശ്രീ റിജിൻ്റെ ശ്രദ്ധയപ്പെടുത്താം. DIC എന്ന, അത് ബഹുമാന്യ മുഖ്യമന്ത്രി പറയാതെ മാറ്റി വെച്ചൊരു കാര്യമാണ്. DIC എന്ന പ്രസ്ഥാനം കേരളത്തിൽ എങ്ങനെ ഉണ്ടായെന്ന് അങ്ങേക്ക് ഓർമ്മയുണ്ടോ? അതായത് K മുരളീധരനും ശ്രീ K കരുണാകരനും പത്മജ വേണുഗോപാലൊക്കെ കോൺഗ്രസിൽ നിന്ന് പോയി DIC എന്ന പാർട്ടി ഉണ്ടാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം 2 കാര്യങ്ങളാണ്. അതിലൊന്ന്, ബഹുമാന്യനായ കരുണാകരന് സോണിയാഗാന്ധി അനുമതി നിഷേധിച്ചു കാണുന്നതിന്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായ ശ്രീ അഹമ്മദ് പട്ടേലിനെ K മുരളീധരൻ അലുമിനിയം പട്ടേൽ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. ഈ 2 കാരണത്താലാണ് പ്രത്യേക DIC ഉണ്ടാകേണ്ടി വന്നത്. ആ സോണിയാഗാന്ധിയെ കാണുന്നതിന് ഏതെങ്കിലും വിധത്തിൽ ഒരാൾ എന്നിട്ട് എനിക്ക് കയ്യിൽ ചരട് കെട്ടണമെന്ന് പറഞ്ഞാൽ അനുവാദം കിട്ടത്തില്ല. ശ്രീ ആൻ്റണി പരിശ്രമിച്ച് ന്യായീകരിക്കാൻ പരിശ്രമിച്ചത് ആർക്കും അനുവാദം കിട്ടുമെന്നാണ്. ആർക്കും അനുവാദം കിട്ടുമെങ്കിൽ ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാർക്ക് എന്താ അനുവാദം കിട്ടാത്തത്? കോൺഗ്രസ് നേതാക്കന്മാർക്ക് എന്താ അനുവാദം കിട്ടാത്തത്? MP-മാർക്ക് എന്താ അനുവാദം കിട്ടാത്തത്? അപ്പോൾ ഇനി ഇങ്ങനെ ഒരു അനുവാദം വാങ്ങിക്കണമെങ്കിൽ അവരുടെ കയ്യിൽ ചരട് കെട്ടി കൊടുക്കണം. എന്താ കെട്ടിയെന്നുള്ളത് വ്യക്തമല്ല. കൊടുക്കണമെങ്കിൽ ആ ബന്ധം എന്താണ്? ആ ബന്ധം ഞങ്ങളാരും ഇതുവരെ അത് ആക്ഷേപിച്ചിട്ടില്ല. ഈ വടക്കൻ വീരഗാഥയെ പറയുന്നത് പോലെ, പാണന്മാർ ഇങ്ങനെ പലതും പാടി നടക്കുന്നുണ്ടെന്ന് പറയുന്നത് പോലെ
സോണിയാഗാന്ധിയുടെ കുടുംബത്തിന് ആൻറ്റിക്ക് ബിസിനസ് ഉണ്ട് എന്നുള്ളതൊക്കെ ചർച്ച നാട്ടിൽ നടക്കുകയാണ്. അതിലൊന്നും ഉത്തരവാദിത്തമായിട്ട് ആരും ആക്ഷേപം ഉന്നയിക്കുന്നില്ല. അത് തെളിവ് വരട്ടെ, അപ്പോൾ നമുക്ക് പറയാം. പക്ഷേ അന്താരാഷ്ട്ര ബന്ധമുള്ള ഒരു സംഭവമായിട്ട് ശ്രീ അനുജ നേരത്തെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ കേസ് ഡെവലപ്പ് ചെയ്യുകയാണ്. ഒരർത്ഥത്തിൽ ഇതൊരു ആശ്വാസമാണ് കേരളത്തിന്. കാരണം ഇത് ഇപ്പോഴെങ്കിലും കണ്ടുപിടിക്കപ്പെട്ടല്ലോ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോലും മുല നീളുകയാണ്, അന്വേഷണത്തിൻ്റെ മുന നീളാൻ പോവുകയാണ്. അപ്പോൾ അത്രയും വലിയ ബന്ധമുള്ള സെറ്റുകളാണ്. അത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബന്ധമല്ല, കേരളത്തിലെ സർക്കാരിൻ്റെ ബന്ധമല്ല. അതിന് തമിഴ്നാടുമായിട്ട്, കർണാടകവുമായിട്ട്, ദേശീയ തലവുമായിട്ട്, അന്തർദേശീയ തലവുമായിട്ട് ആരൊക്കെയാണ് വെള്ളം കുടിക്കാൻ പോകുന്നതെന്നുള്ളത് ഈ ഡി മണിയോടുൾപ്പെടെ ഇന്നിപ്പം മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന പോലെ നല്ലൊരു വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ്. ആ വഴിത്തിരിവാണ് ഞങ്ങളും ആഗ്രഹിച്ചത്. ഞാൻ ഈ ചർച്ചയിൽ കഴിഞ്ഞ 3-4 മാസമായി പങ്കെടുത്തുകൊണ്ട് എല്ലാ ചാനലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഈ 2019 സ്റ്റിക്ക് ഓൺ ചെയ്യാൻ അവതാരകരും മറ്റുള്ളവരും പരിശ്രമിക്കുമ്പോൾ വളരെ നേരത്തെ തന്നെ, അതായത് വിജയമല്യയുടെ സ്വർണം പൂശുന്നതിനും മുമ്പോ അതിന് ശേഷമോ ഉള്ളതിലേക്ക് ഇത് കടക്കേണ്ടി വരും. ഇത് ചെറിയൊരു സംഭവമല്ല, ഇത് പിറകോട്ട് നീളുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം 2019 ഇട്ട് പിടിക്കാനാണ്. പക്ഷേ അതിൽ തന്നെ നിങ്ങൾ ഹാജരാക്കിയ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ ചാൻസ് കിട്ടിയതെല്ലാം പ്രയാർ ഗോപാലകൃഷ്ണനുമായിട്ടുള്ള ബന്ധത്തിലാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. ശബരിമല സമരത്തിൽ പ്രയാർ ഗോപാലകൃഷ്ണന്റെ വലങ്കയ്യായി നിന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന് മനസ്സിലായി കഴിഞ്ഞു. സോണിയാജിയുടെ മുമ്പിൽ 2019-20 കാലയളവിലാണ് ഈ വിഗ്രഹക്കടത്ത് സംഘം ഇവിടെ എത്തുകയും ഇപ്പൊ ഈ പറയുന്ന ഡി മണിയെ പോലെയൊക്കെയുള്ളവർ ഇവിടെ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മൊഴി. മറ്റൊന്ന് 2020 പണം കൈമാറ്റം, അത് ഒക്ടോബറിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് ആരായിരുന്നു തലപ്പത്ത് എന്നൊക്കെയുള്ളത് താങ്കൾക്കും അറിയാവുന്ന കാര്യമാണ്. ഇതൊക്കെ കണ്ടുപിടിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഇതിൽ ഒപ്പം തന്നെ അതിലൊരു ഉന്നതന്റെ പേര് പറയുന്നുണ്ട്. അപ്പോൾ 2019 കൈമാറ്റം അല്ല, ഞാൻ പറയുന്നത് ഈ പറയുന്ന അന്താരാഷ്ട്ര കടത്ത് സംഘം, അതായത് പുരാവസ്തു മാഫിയ സംഘത്തിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മൊഴിയിലെ കാര്യങ്ങളാണ്. യെസ്, അത് കറക്റ്റ്. ഞാൻ പറഞ്ഞത് 2019 എന്ന് പറയുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ ഇതിൻ്റെ എല്ലാം ആണിക്കല്ല്. ഇതിൽ എന്താണ് പുരോഹിത വർഗത്തിൻ്റെ പ്രതിനിധിയായിട്ട് തന്ത്രിമാരെയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ഭാരവാഹികളെയും അതുപോലെ ഉദ്യോഗസ്ഥരെയും പുറത്തുള്ള കച്ചവടക്കാരെയും കള്ളക്കടത്തുകാരുമായിട്ടുള്ള മുഖ്യ കണ്ണി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ സ്വാധീനം ഉറപ്പിച്ചത് പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്താണെന്ന് സുവ്യക്തമായല്ലോ. അതുകൊണ്ടാണല്ലോ ശബരിമലയിലെ സ്ത്രീ പ്രശ്നത്തിൽ സമരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രയാർ ഗോപാലകൃഷ്ണൻ അവിടെ മുഖ്യ സംഘാടകനായിട്ട് നിർത്തിയത്. മാത്രമല്ല ആ സമരത്തിൻ്റെ ഫണ്ടിങ് ഏജൻസി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ആ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരായിട്ടും കേരളത്തിൽ ശബരിമലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അക്രമം ഉണ്ടാക്കിയ സമരത്തിൻ്റെ ഫണ്ടിങ് ഏജൻസി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അത് കോൺഗ്രസിലേക്ക് തിരിഞ്ഞു കുത്തുന്ന കാര്യങ്ങളാണ്. ഇനിയും നിങ്ങൾ കടകംപള്ളി പിന്നെ മുഖ്യമന്ത്രിക്ക് ആംബുലൻസ് കൊടുത്തപ്പോൾ എടുത്ത ഫോട്ടോ AI ഉപയോഗിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാനും ഒക്കെ പരിശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. എൻ്റെ ബഹുമാന്യനായ കോൺഗ്രസ് പ്രതിനിധി, നിങ്ങൾക്കെതിരായിട്ട് വരാൻ പോവുകയാണ്. ഈ ഡി മണിയുടെ അറസ്റ്റും വിദേശ ബന്ധവും എല്ലാം കൂടെ ചർച്ച ചെയ്ത് കൊണ്ടുവരുമ്പോൾ അത് എവിടൊക്കെ ചെന്ന് തറയ്ക്കാൻ പോവുകയാണ്. മാധ്യമങ്ങൾ നല്ല തെളിവില്ലാത്തതുകൊണ്ട് മാത്രം പുറത്തു വിടാതിരിക്കുന്ന ഒരു കാര്യമാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതൃത്വമായിട്ടുള്ള ബന്ധം, കർണാടകത്തിലെ രാഷ്ട്രീയ നേതൃത്വമായിട്ടുള്ള ബന്ധം. അതുകൂടെ പുറത്തു വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അതുവരെ നിങ്ങൾ കടകംപള്ളി എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാം. കടകംപള്ളിയൊക്കെ ആണോ, കടകംപള്ളിക്ക് ഇത്തരം കാര്യങ്ങൾ വല്ല കാര്യമാണോ? ഇനി ഒരു കാര്യം കൂടി, ഞാൻ കഴിഞ്ഞ ദിവസം അത് സൂചിപ്പിച്ചതാണ്. ഇത് പ്രധാനമായിട്ട് ചെല്ലാൻ പോകുന്ന മറ്റൊരു ബിംബം എന്ന് പറഞ്ഞാൽ തന്ത്രിയിലേക്കാണ്. തന്ത്രിമാർക്ക് എന്താണ് അവകാശം അവിടുന്ന് പുറത്തു പോയി പൂജ നടത്താൻ? ശബരിമലയിലെ ആചാരത്തിൽ അത് പെടുന്നുണ്ടോ? തന്ത്രിമാരങ്ങനെ പുറത്തു പോകാൻ പാടില്ല. തന്ത്രി എന്തിനാണ് വാജീവാഹനം കയ്യിൽ വെച്ചിരുന്നത്? തന്ത്രിക്ക് വാജീവാഹനം കൈ വെക്കാനുള്ള അധികാരമുണ്ടോ? തന്ത്രി വാജീവാഹനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ അത് നശിപ്പിച്ച് കളയണമെന്നാണ് തന്ത്രവിധി പ്രകാരം. അത് പൂർണ്ണമായിട്ടും വീണ്ടെടുക്കാൻ കഴിയാത്ത വിധത്തിൽ നശിപ്പിക്കണമെന്നാണ്. ആ സാധനമാണ് തന്ത്രി കൊണ്ടു കിടന്ന് പുറത്തു കൊണ്ടുപോയി പൂജ നടത്തിയത്. അതിന് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് ഇത് കടകംപള്ളി എന്ന് പറഞ്ഞ് മാത്രമായിട്ട് നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, ശ്രീ ഷാജി രാഘവൻ, ഇപ്പോൾ ഈ ഡി മണിയുടെ കടന്നുവരവ്, ഡി മണി എന്ന പേര് നമ്മൾ അന്തരീക്ഷത്തിൽ കേൾക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇപ്പോൾ ഡി മണി ആര് എന്നുള്ളത് നമ്മൾ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഈ ഡി മണിയുടെ കടന്നുവരവോടെ ഇതിലൊരു രാഷ്ട്രീയ മാനം എന്നുള്ളതിനപ്പുറത്തേക്കൊരു മാനം കൈവരികയാണോ? മറ്റൊന്ന്, ഇപ്പോൾ ഡോക്ടർ ഗോപൻ സൂചിപ്പിച്ചതുപോലെ ഇത് സംസ്ഥാന തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളിലേക്ക് കൂടി എത്തുന്ന തരത്തിലേക്ക്, അത് ദേശീയ നേതൃത്വത്തിലേക്ക് കൂടി, ചില രാഷ്ട്രീയ സംഘടനകളുടെ ദേശീയ നേതൃത്വത്തിലേക്ക് കൂടി എത്തുന്ന രീതിയിൽ ഒക്കെ വലിയ മാനങ്ങളുള്ളൊരു കേസായി മാറുകയാണോ ഷാജി? നോക്കൂ, നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ്റും ആ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും എത്ര പ്രതിസന്ധിയിലായി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്
ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി, നിങ്ങൾ ചർച്ചയിൽ ഒരു വിഷയം കൃത്യമായിട്ട് നേരത്തെ ഉച്ച ഒരു 3 മണി 4 മണിയാകുമ്പോഴത്തേക്ക് നിങ്ങൾ തീരുമാനിക്കും, നിങ്ങൾ ബന്ധപ്പെട്ടവരെ അറിയിക്കും, ഇതാണ് വിഷയം എന്ന് എല്ലാവർക്കും അറിയാം. ആ വിഷയത്തിന് മറുപടി പറയാതെ ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശ്രീലേഖ ഇറങ്ങിപ്പോയിരുന്നു. ഇത്ര തരം താഴെഴുതും മിസ്റ്റർ ഗോപൻ ഈ ചർച്ചയിലൊക്കെ വന്ന്. നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ലെങ്കിൽ സ്വതന്ത്ര കേരളത്തിൻ്റെ റിപ്പബ്ലിക്കിന് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടായ കാലം മുതൽ അത് കൈവശം വെച്ചുകൊണ്ടിരുന്ന ഇടതുപക്ഷമാണ്. അതിൻ്റെ ഭരണം ഇന്ന് BJP പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ജാള്യതയുണ്ടെങ്കിൽ നിങ്ങൾ അതിന് പണ്ടൊക്കെ നിങ്ങൾ പ്രത്യയശാസ്ത്ര അവലോകനമൊക്കെ നടത്തുമായിരുന്നല്ലോ പരാജയത്തെ. നിങ്ങൾക്ക് ആ അവലോകനം പോലും ഇപ്പോൾ ഇല്ലേ? അതിന് പകരം നിങ്ങൾ ഇപ്പോഴും മറ്റുള്ള പാർട്ടികളുടെ മേളിൽ കുതിര കയറാൻ ശ്രമിക്കുക. ശ്രീലേഖ IPS വളരെ കൃത്യമായിട്ട് പറഞ്ഞു, അവർ വോട്ട് ചെയ്ത് ചെയർമാൻ്റെ മേയറുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ആണ് ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാൻ പുറത്തോട്ട് പോകുന്നത്. ഈ കാര്യങ്ങൾ പോലും ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പറഞ്ഞ് നിങ്ങളുടെ ഈ കേരളം ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ നിങ്ങൾക്ക് മറുപടിയില്ലെങ്കിൽ അത് മറുപടിയില്ലെന്ന് പറയുന്നത്, അതല്ലേ അതിൻ്റെ ഒരു അന്തസ്സ് എന്ന് പറയുന്നത്. ഞാൻ താങ്കളുടെ ചോദ്യത്തിൻ്റെ മറുപടിയിലേക്ക് വരാം. നോക്കൂ, ഈ കേരളത്തിൻ്റെ നമുക്കറിയാം ഈ വിഷയം ഇപ്പോൾ അതിൻ്റെ ഒരു 2ാം ഘട്ടത്തിലെത്തി നിൽക്കുക. 2-3 മാസമായല്ലോ ഈ വിഷയം. തുടക്കത്തിൽ ഇന്ന് കേരളം എത്തി നിൽക്കുന്ന ഒരു പൊതുബോധ്യമുണ്ട്. എന്താ പൊതുബോധ്യം എന്ന് പറയുന്നത്? കൃത്യമായി ശബരിമലയിൽ വലിയ തോതിൽ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നു. ആ സ്വർണ്ണക്കൊള്ളയ്ക്ക് നമുക്കറിയാം, ഒരു 3 മാസം മുമ്പ് ഈ കേസ് ഉയർന്നു വരുമ്പോൾ ഇത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് താല്പര്യമെടുത്തോ ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പോ പോലീസോ താല്പര്യമെടുത്ത് വന്ന കേസല്ല. കോടതി നിർദ്ദേശിച്ച, കോടതി നിയമിച്ച ഒരു സ്പെഷ്യൽ കമ്മീഷണർ ശബരിമല ചെല്ലുമ്പോൾ കണ്ട കാഴ്ചയാണ് കോടതിയിൽ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം ഉണ്ടാകുന്നത്, SIT ഉണ്ടാകുന്നത്. SITയുടെ അന്വേഷണത്തിൽ എവിടെ ഇപ്പോൾ എത്തി നിൽക്കുന്നത്? ആദ്യം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു ഒരു അവതാരവും ചില ഉദ്യോഗസ്ഥന്മാർ മാത്രമാണെന്ന്. പിന്നീട് കേസിൻ്റെ നാൾവഴികളിൽ നമ്മൾ കണ്ടു CPMൻ്റെ സമുന്നതരായ നേതാക്കൾ ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിരുന്ന, ദീർഘകാല MLA ആയിരുന്ന ആൾ ഉൾപ്പെടെ ഇപ്പോഴും ജയിലിലാണ്. ശ്രീ വാസു ഉൾപ്പെടെയുള്ളവർ ജയിലിലാണ്. ഇപ്പം ഇന്ന് അവർക്ക് അതിന് മറുപടിയൊന്നും പറയാനില്ല. ശ്രീ പത്മകുമാർ പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് അദ്ദേഹം കൊടുത്തൊരു മൊഴിയുണ്ട്. ആ മൊഴിയിൽ അദ്ദേഹം പറഞ്ഞത് പോറ്റിയെ എനിക്ക് പരിചയപ്പെടുത്തിയത് കടകംപള്ളി സുരേന്ദ്രനാണെന്നാണ്. വാസുവിൻ്റെ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത്. വാസു കൊടുത്ത മൊഴി എന്തായിരുന്നു? ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എനിക്ക് പരിചയപ്പെടുത്തിയത് പത്മകുമാറാണെന്നാണ്. പക്ഷെ പത്മകുമാർ കൊടുത്ത മൊഴിയിൽ ഇന്നേ വരെ കോടതി ഒരു SIT ഒരു അന്വേഷണമായിട്ട് മുമ്പോട്ട് പോയില്ല എന്ന് BJP അല്ല കേരളത്തിൽ പറയുന്നത്, ഹൈക്കോടതിയാണ് പറഞ്ഞത്. അന്വേഷണത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി. കാരണം പത്മകുമാറിൻ്റെ 2 മൊഴിയുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് NLAക്ക് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അയച്ചത് കടകംപള്ളിയാണ്. 2 അദ്ദേഹം പറഞ്ഞത് ഈ ചെമ്പുപാളി, അദ്ദേഹത്തെ സംബന്ധിച്ചുള്ളത് ചെമ്പുപാളിയാണ്. പക്ഷേ ഈ അയ്യപ്പൻ്റെ സ്വർണ്ണപ്പാളി സ്വർണം പൂശാനായിട്ട്, വീണ്ടും സ്വർണം പൂശാനായിട്ട് കൊടുക്കുന്ന നയപരമായ തീരുമാനമെടുത്തത് ഭരണസമിതിയാണ്, ബോർഡാണ്. അത് ഞാൻ ഒറ്റക്കെടുത്ത തീരുമാനമല്ല. അതിൽ 2 മെമ്പർമാരുണ്ട്. SIT ആ നിലയ്ക്ക് അന്വേഷണം പോയിട്ടുണ്ടോ? അതുമായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ടോ? ഒരു കാര്യം വ്യക്തമാണ്, വലിയ വളരെ സമ്മർദ്ദം SIT നേരിടുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇതിനിടയിലാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളെന്ന് പറയുന്നത്, ഈ 3 മോഷണം, അതായത് കട്ടളപ്പടിയിലും അതേപോലെ തന്നെ വാതിലിലും അതേപോലെ തന്നെ ദ്വാരപാലകലിലും നടന്ന സ്വർണ്ണക്കൊള്ളയല്ലാതെ അതിന് പുറത്ത് സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നു. അതൊരു കാര്യം. രണ്ടാമതൊരു കാര്യം, 2018 മുമ്പ് ഇത് സംഭവിച്ചിരിക്കുന്നു. കാരണം ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളും ഇപ്പോൾ SIT അറസ്റ്റ് ചെയ്യപ്പെട്ട ശ്രീ ഗോവർദ്ധൻ എന്ന് പറയുന്ന ആളും ഇവർക്കൊക്കെയുള്ള വലിയ ബന്ധമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ CPMഉം CPMൻ്റെ ഗവൺമെൻറ്റും അവർ നേതൃത്വം കൊടുത്ത ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിമാരും അതുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന പോറ്റിമാരും മാത്രമല്ല, അതിനു മുമ്പും ശബരിമലയിലും കേരളത്തിലെ ഏതാണ്ട് 50ഓളം വരുന്ന ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ക്ഷേത്രങ്ങളിൽ വലിയ കൊള്ളകൾ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിന് അന്താരാഷ്ട്ര ബന്ധമുണ്ടെന്ന് പറയുന്നത് ഹൈക്കോടതിയാണ്. ഒരു സുഭാഷ് കപൂറിനെ പറ്റി പറഞ്ഞതും ഹൈക്കോടതിയാണ്. ഇന്നിപ്പോൾ വിഗ്രഹ മോഷണം പറയുമ്പോൾ, വിഗ്രഹം പുറത്തേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ന് ഇന്ത്യയും കേരളവും ചർച്ച ചെയ്യുന്ന വേറൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ ദേശീയ നേതാവിൻ്റെ അടുത്ത ബന്ധുവിന് ഇന്ന് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നമുക്കറിയാം, ഈ പുരാതന വസ്തുക്കൾക്കും അല്ലെ പൗരാണികമായ വസ്തുക്കൾക്കൊക്കെ അതിൻ്റെ ഒരു ആൻറ്റിക് വാല്യൂ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ആ തരത്തിലുള്ള കരകൗശലശാലകളും അതൊക്കെ നടത്തുന്ന ധാരാളം വലിയ ബിസിനസ് ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ അവിടേക്ക് ഈ സാധനങ്ങൾ കടന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് അവിശ്വസിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം 2018 മുമ്പ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നമ്മളൊക്കെ ഒരു ചെറിയ പോറ്റിയായിട്ടാണ് കണ്ടത്. പക്ഷെ പോറ്റി അന്നും വലിയ മീനായിരുന്നു, വലിയ മീൻ തന്നെയാണ് പോറ്റി. അതുകൊണ്ടാണ് 2018 മുമ്പും ശ്രീമതി സോണിയാഗാന്ധി, നമ്മൾ മനസ്സിലാക്കണം, UPA ഭരണകാലത്ത് ശ്രീ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ സൂപ്പർ പ്രധാനമന്ത്രിയാണ് ഈ രാജ്യത്തെ ഈ സോണിയാഗാന്ധി എന്ന് പറയുന്നത്.
അന്ന് വിദേശ രാജ്യത്തു നിന്ന് പ്രതിനിധികൾ വന്നാൽ പോലും സോണിയാഗാന്ധിയെ കണ്ടിട്ട് അവർ തിരിച്ചു പോവുള്ളൂ. അത് ആ കാലത്തെ രാഷ്ട്രീയമാണ്, അതല്ലെങ്കിൽ ആ കാലത്തെ നമുക്കറിയാം അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള സോണിയാഗാന്ധിയെ ഈ റിജിൽ മാക്കുറ്റിയല്ല, കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ പോലും വരിയായിട്ട് നിന്ന് അല്ലെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുത്തു പോയി കാണേണ്ട സോണിയാഗാന്ധിയെ പോറ്റി എത്ര വട്ടം കണ്ടിരിക്കുന്നു? നമുക്കിപ്പോൾ ചോദ്യമുണ്ട് ശ്രീ റിജിൽ മാക്കുറ്റി. ഇപ്പോ ആ ഒരു ചോദ്യം അത് ഉയർന്നു വരിക തന്നെ ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പൊ സോണിയാഗാന്ധി ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ടായിരുന്നു അത് കാണുന്നത് കൊണ്ട് എന്താണ്, ആർക്കും കാണാം എന്ന്. പക്ഷേ അത് അങ്ങനെയല്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ ഹിമന്ത ബിശ്വ ശർമ്മയുടെ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു. അസമിലെ പഴയ മുഖ്യമന്ത്രിയാണ്. എത്രയോ തവണ അല്ല ഞാൻ വരാം ശ്രീ റിജിൽ മാക്കുറ്റി. അല്ല ഞാൻ വരാം. എത്രയോ തവണ അല്ല ഈ ചർച്ചയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം, വളരെ പ്രാധാന്യമുള്ള ഒരൊറ്റ പോയിന്റൂടെ ഞാൻ പറയാം. അനുജ, ഇത് അടൂർ പ്രകാശോ അല്ലെങ്കിൽ ആന്റോ ആന്റണിയോ MP-യുടെ മാത്രം പ്രശ്നമല്ല. ദേവസ്വം ബോർഡിൽ അന്നിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് മെമ്പറുണ്ട്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ട്. അദ്ദേഹവും ഈ പോറ്റിയുമായിട്ടുള്ള ബന്ധമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ഇന്നിപ്പോൾ പത്മകുമാറും പോറ്റിയുമായിട്ടുള്ള ബന്ധത്തിനേക്കാൾ വലിയ ബന്ധം പ്രയാർ ഗോപാലകൃഷ്ണനും പോറ്റിയും ഗോവർദ്ധനുമായിട്ടുണ്ടാവുകയും അവർക്ക് കേരളത്തിലെ സമുന്നതരായ കോൺഗ്രസ് നേതാക്കന്മാരായിട്ട് ബന്ധമുണ്ടാവുകയും അവർ അന്നത്തെ 2018 മുമ്പ് UPA ഭരണകാലത്ത് ഈ രാജ്യത്ത് സൂപ്പർ പ്രധാനമന്ത്രിയായിരുന്ന സോണിയാഗാന്ധിയെ പലവട്ടം കണ്ടു എന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയ വിഷയമല്ല. പ്രയാർ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നുള്ളൊരു വിഷയം കൂടിയുണ്ട്. ശ്രീ റിജിൽ മാക്കുറ്റി, ഞാൻ പറഞ്ഞു വന്നത് ഈ സോണിയാഗാന്ധി അങ്ങനെ കാണുക എന്നുള്ളത് എളുപ്പമല്ല. ഇപ്പൊ സോണിയാഗാന്ധിക്ക് ഇതിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട് അല്ലെങ്കിൽ ഇതിലെ ഈ കൊള്ളയിൽ ബന്ധമുണ്ട് എന്നൊന്നുമല്ല. പക്ഷേ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ഇത്ര പെട്ടെന്നൊരു ആക്സസ് കിട്ടുന്നത് എന്നുള്ളതിന് മറുപടി പറയേണ്ടി വരില്ലേ? കാരണം സോണിയാഗാന്ധിയെ കാണുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾക്ക് പോലും സാധിക്കാത്തത്, കെ കരുണാകരൻ ഉൾപ്പെടെയുള്ളവർക്ക് സാധിക്കാത്തൊരു കാര്യം ഇദ്ദേഹത്തിന് എങ്ങനെ സാധിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഇന്നലെ അടൂർ പ്രകാശ് ചില കാര്യങ്ങളിലൊക്കെ മറുപടി പറയാൻ ശ്രമിക്കുന്നു. പിന്നീട് അദ്ദേഹം മാധ്യമപ്രവർത്തകർ കൂടുതലായി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം മതിയാക്കി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവിടെ പറയുന്ന ഒരു കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നെ വിളിച്ചു, സോണിയാഗാന്ധിയെ കാണാൻ ഞാൻ പോവുകയാണ്, അപ്പോൾ ഞാൻ കൂടെ പോയി എന്ന് പറയുകയാണ്. ആരോടാണ് പറയുന്നത്? അടൂർ പ്രകാശിനെ അങ്ങോട്ട് വിളിച്ച് ഈ പോറ്റി പറയുകയാണ്, ഞാൻ സോണിയാഗാന്ധി കാണാൻ പോകുന്നു, താങ്കൾ എൻ്റെ കൂടെ ഒന്ന് വരണം. ഇങ്ങനെയൊക്കെയുള്ള മറുപടികൾ പറഞ്ഞ് അത് കൂടുതൽ വെട്ടിലാകുന്ന തരത്തിലേക്കല്ലേ ശ്രീ റിജിൽ മാക്കുറ്റി കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം? ശ്രീമതി അനുജ, ഇപ്പോൾ നിങ്ങളിവിടെ സൂചിപ്പിച്ചപ്പോൾ BJP-യുടെ പ്രതിനിധിയും CPM പ്രതിനിധിയും ഒരുപോലെയാണ് പറയുന്നത്. സോണിയാഗാന്ധിയാണ് ഇപ്പോൾ ഈ കേൾക്കുന്ന ആളുകളെ വർത്തമാനം കേട്ട സോണിയാഗാന്ധിയാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ള രൂപത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ സോണിയാഗാന്ധി അവിടെ പറഞ്ഞ ഈ പ്രയാർ ഗോപാലകൃഷ്ണന്റെ പേരും അതും കൂടി നമ്മൾ പറയേണ്ടതാണ്. കാരണം ഉണ്ണികൃഷ്ണൻ ആ ഫോട്ടോയിൽ പ്രയാർ ഗോപാലകൃഷ്ണനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും ഒക്കെ നിൽപ്പുണ്ട്. അപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണൻ ഇന്നിപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് നമുക്കറിയാം. എങ്കിൽ പോലും ഈ ഒരു ബന്ധം എന്നുള്ളത് ആരുമായും വളരെയധികം അടുത്തൊരു ആക്സസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തൊക്കെയാണ് കാണിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കുരുക്കൽപ്പെട്ടിരിക്കുകയാണ്. അതിന് മറുപടി പറയാൻ ബുദ്ധിമുട്ടുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വം എന്നുള്ളതിന് തർക്കമില്ല. ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ നിലവിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് അയാൾ മേൽശാന്തിയുടെ കീഴ്ശാന്തിയായി അവിടെ ജോലി ചെയ്ത ആളാണ്. അപ്പോൾ പല തട്ടിപ്പുകാരും പല ആളുകളുടെ ഇടയിലും പോകാറുണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരു ബഹുമാന പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ഒരു ബ്ലോഗർ വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടനത്തിലൂടെ വന്നപ്പോൾ കേരളത്തിൽ ടൂറിസം പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് അവരെ പരിചയപ്പെടുത്തിയ മുഹമ്മദ് റിയാസാണ്. അത്തരം ഒരു ആരോപണം വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യം എന്താ, മുഹമ്മദ് റിയാസിന് അവരുമായി ബന്ധമുണ്ട് എന്നല്ലല്ലോ പറഞ്ഞത്. അതുപോലെ തന്നെ ഇത്തരത്തിൽ പല തട്ടിപ്പുകാരെ കുറിച്ച് നമ്മൾ നോക്കും, പല നേതാക്കന്മാരോടൊപ്പം ഫോട്ടോ എടുക്കുന്നത്, അവരെ പോയി കാണുന്നൊക്കെ ബന്ധങ്ങളുണ്ടാവും. അത് വെച്ച് ആണോ ഇവർ പരിശോധിക്കുന്നത്? അങ്ങനെയാണ് പിണറായി വിജയന്റെ ചെവിയിൽ പറയുന്നതും കടകംപള്ളി സുരേന്ദ്രനുമായി ഏറെ അടുപ്പത്തിൽ സംസാരിക്കുന്നതും ചെവിയിൽ പറയുന്നതില്ല. റിജിൽ മാക്കുറ്റി, അത് താങ്കൾ കണ്ടില്ലേ? ചെവിയിൽ പറയുന്നത് AI ചിത്രം എന്നുള്ളത് ഇന്നിപ്പോൾ അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നല്ലോ. മുഖ്യമന്ത്രിയുടെ അടുത്ത്, അതെ, മുഖ്യമന്ത്രി അത് പുറത്തുവിട്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ്. കടകംപള്ളിയുടെ അടുത്തിരിക്കുന്നത് AI ഫോട്ടോ ആണല്ലോ. അതെ അതെ, കൂടെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്നറിയോ, ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാവരും ഒരു ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കേസിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം നടത്തിയ ഒരു തട്ടിപ്പാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ച ആദ്യഘട്ടത്തിൽ മുഴുവൻ സൂചിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ മറുപടി പറയാൻ കഴിയാഞ്ഞിട്ടാണ്. ഈ പറയുന്ന 2 ആളുകൾ ജയിലിൽ കിടക്കുകയാണ്. അവർ ഉപ്പ് സത്യാഗ്രഹം നടത്തി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പോരാട്ടം നടത്തി, അല്ലെങ്കിൽ കയ്യൂറും കരിവെള്ളൂരും അതിനോട് മുനിയംകുന്നും പോരാട്ടം നടത്തിയ സമരത്തിൻ്റെ നായകന്മാരായിട്ടാണോ ജയിലിൽ കിടക്കുന്നത്? അവർ
CPM-ന്റെ ഉന്നതരായ നേതാക്കന്മാരായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാരായി ഈ ദേവസ്വം ബോർഡ് ഭരിക്കുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഈ സ്വർണ്ണക്കൊള്ള നടത്തുന്നതിന് വേണ്ടി എല്ലാ തരത്തിലും പങ്ക് വഹിച്ച CPM-ന്റെ 2 നേതാക്കന്മാർ ഇന്ന് അവിടെ കിടക്കുകയാണ്. അവർക്കെതിരായി ഒരു നടപടി പോലും CPM സ്വീകരിച്ചിട്ടില്ല എന്നുള്ള ഒരു വസ്തുത ഇവിടെ ഉണ്ടായിരിക്കുമ്പോഴാണ് സോണിയാഗാന്ധിയെ കണ്ടു, അതാണ് ഇതിൻ്റെ പിറകിലെന്ന് പറഞ്ഞ് ഇത് CPM-ഉം അതോടൊപ്പം തന്നെ BJP-യും ഒന്നിച്ച് ആരോപണം ഉന്നയിക്കും. അതിൻ്റെ ലക്ഷ്യം എന്താണ് കൃത്യമായിട്ട് അറിയാം. ഞങ്ങൾക്കൊരു ഭയവുമില്ല. നിങ്ങൾ പരിശോധിക്കൂ, എപ്പോഴാണ് സ്വർണ്ണക്കൊള്ള നടന്നത്? 2019 മുതലാണ് ഇങ്ങോട്ടാണ് അവിടെ സ്വർണ്ണക്കൊള്ള നടന്നതെന്നും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടത്തിയതെന്നും അതിനകത്ത് രേഖകൾ സഹിതം നമ്മുടെ മുമ്പിൽ തെളിവായി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ പറയുന്ന 2 CPM-ന്റെ നേതാക്കന്മാർ ജയിലിൽ പോയത്. പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കും. കേരളത്തിലെ പ്രയാർ ഗോപാലകൃഷ്ണൻ മാത്രമല്ല എന്നുള്ളതും റിജിൽ മാക്കുറ്റി അതും ഇപ്പോൾ ചോദ്യങ്ങളായി ഉയർന്നു വരുന്നുണ്ട്. ഞാനത് താങ്കളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താം, താങ്കൾ അത് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ. ബെല്ലാരിയിലാണല്ലോ ഈ പറയുന്ന ഗോവർദ്ധനുള്ളത്. ഗോവർദ്ധനും ആ പടത്തിലുണ്ട്. അപ്പൊ ബെല്ലാരിയും സോണിയാഗാന്ധിയുമായുള്ള ബന്ധം എന്താണ് എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ്. അപ്പോൾ ഇതിൽ കഴമ്പുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇത്തരം ചോദ്യങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ ഒരു ചിത്രം അത് AI ചിത്രമല്ല എന്നുള്ളതും താങ്കൾ സമ്മതിക്കുമല്ലോ. ചിത്രം വന്നതിൻ്റെ എൻ്റെ ശ്രീമതി അനുജ, ചിത്രം വന്നതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞല്ലോ പല തട്ടിപ്പുകാരായ ആളുകളും ബെല്ലാരിയിൽ അവിടെ സോണിയാഗാന്ധി ബന്ധമുണ്ട് നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. അവിടെയുള്ള ഒരാളല്ലേ, ആര് വന്ന് ഫോട്ടോ എടുത്താൽ പോലും ആ ഫോട്ടോ എടുത്തത് കൊണ്ടാണോ ഈ പറയുന്ന കാര്യങ്ങൾ? എങ്ങനെ കേരളത്തിൽ അങ്ങനെ ഫോട്ടോയുടെ കണക്ക് പറഞ്ഞാൽ എത്ര ആൾ ജയിലിൽ പോകേണ്ടി വരും? നിങ്ങൾ അന്വേഷിക്കരുതോ? സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും അന്വേഷിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സർവ്വ സംവിധാനവും ഇവിടെ ഇല്ലേ? അതോടൊപ്പം തന്നെ കേരള സംവിധാനം അന്വേഷിക്കട്ടെ. മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായ ഒരു ആരോപണം ആ ഒരു തലത്തിലേക്ക് കൊണ്ട് ചെന്നെത്തിച്ചത്. അതിനു മുൻപ് നമ്മൾ ഇത്തരം ആരോപണം കേട്ടതാണ്. ചില നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ അവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ഇത് ഉന്നയിച്ചതോടെ അതും അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് എത്തുന്നു എന്ന രീതിയിലാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു പരാതിയുണ്ട് എന്നുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് പക്കലേക്ക് ഇത്തരമൊരു പരാതി അല്ലെങ്കിൽ നിങ്ങൾക്ക് പക്കൽ എന്താണ് കൈവശമുള്ളത് എന്നുള്ള തെളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആ തരത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുമോ ഡോക്ടർ PK ഗോപൻ? ശ്രീമതി അനുജ ഒരു സെക്കൻഡ്, ഞാൻ പറഞ്ഞ് പൂർത്തിയാകുന്നതിനിടയ്ക്കാണ് നിങ്ങൾ പോയത്. ഒറ്റ കാര്യം കൂടി എനിക്ക് പറയാനുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി. ഞാൻ പറഞ്ഞത് രമേശ് ചെന്നിത്തല ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ അത് എസ് ഐ ടിക്ക് അദ്ദേഹം കൃത്യമായി അദ്ദേഹം മൊഴി കൊടുത്തു. 500 കോടിയുടെ ആരോപണമാണ് അദ്ദേഹം, 1000 കോടി രൂപയുടെ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അത് കൃത്യമായി അദ്ദേഹം മൊഴി കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് സോണിയാഗാന്ധി ഈ കേസിനകത്ത് പ്രതിയാണെങ്കിൽ എന്തുകൊണ്ടൊരു പരാതി ഈ SIT കൊടുത്തിട്ടില്ല? വെറുതെ പറയുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു പോകുന്നപ്പുറത്തേക്ക് അങ്ങനെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ മുഖ്യമന്ത്രി SITക്ക് പരാതി കൊടുക്കണ്ടേ, അല്ലെങ്കിൽ SITക്ക് മൊഴി കൊടുക്കണ്ടേ? അതിന് SIT എന്ന് പറയുന്നത് ഈ ഗവൺമെന്റിന്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാരല്ലേ, എന്തുകൊണ്ട് ചെയ്യുന്നില്ല? തങ്ങൾക്ക് മേലെ വന്നിട്ടുള്ള വലിയ ആരോപണം, തങ്ങളുടെ നേതാക്കന്മാർ ജയിലിൽ കിടക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കാണിക്കുന്ന ഒരു ഗിമ്മിക്ക് മാത്രം അതിനപ്പുറത്തേക്ക് വസ്തുത എന്താണെന്ന് വളരെ കൃത്യമായി കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പാർട്ടി നേതൃത്വത്തിൽ നന്നായി അറിയാം. അതാണ് ഗോവിന്ദൻ പറഞ്ഞത്, സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഞങ്ങൾ ജയിലിൽ കിടന്നിട്ടുണ്ട് എന്ന്. ആര്? ഈ പറയുന്ന 2 പ്രതികൾ, ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായി ഈ കൊള്ളക്കാർ ജയിലിൽ കിടക്കുമ്പോൾ പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട്. ഞങ്ങൾ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഡോക്ടർ PK ഗോപൻ. ശ്രീമതി അനുജ, അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിലെ വൈരുദ്ധ്യം മനസ്സിലായോ? പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചു. പ്രതിപക്ഷ നേതാവ് തെളിവ് കൊടുക്കാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മിണ്ടാട്ടമില്ല. അദ്ദേഹം മുഖ്യമന്ത്രി സോണിയക്കെതിരായിട്ടുള്ള തെളിവ് കൊടുക്കാനാണ് പറയുന്നത്. ആരോപണം ഉന്നയിക്കാൻ പാടില്ല, തെളിവ് കൊടുക്കാനാണ് പറയുന്നത്. എന്തൊരു വൈരുദ്ധ്യമാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി ഞങ്ങളാരും സോണിയാഗാന്ധി ഇതുവരെ ഈ കള്ളക്കടത്തിൽ ലിങ്ക് ചെയ്ത് സംസാരിച്ചിട്ടില്ല. കള്ളക്കടത്തുമായിട്ട് ബന്ധമുള്ളവർക്ക് സോണിയാഗാന്ധിയായിട്ടുള്ള ബന്ധമാണ് സൂചിപ്പിച്ചത്. അത് ഒരു തവണയല്ല പോയത്, ഒന്നിലധികം തവണ പോയിട്ടുണ്ട് അവിടെ. കേവലമായ ഫോട്ടോ എടുപ്പല്ല. ഇവരിതിനെ ഒരു രാഷ്ട്രീയ നേതൃത്വം സെലിബ്രിറ്റികളുടെ ഒപ്പമൊക്കെയുള്ള സാധാരണ ഫോട്ടോ എടുപ്പായിട്ട് വ്യാഖ്യാനിക്കാനാണ് ഇപ്പോഴും പരിശ്രമിക്കുന്നത്. സോണിയാഗാന്ധി എടുക്കൽ അങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റില്ലെന്നും അതിന് മുൻകൂട്ടി പെർമിഷൻ വാങ്ങിക്കണമെന്നും എന്തിനു വേണ്ടിയാണ് കാണുന്നതെന്നും കാണുമ്പോൾ അവിടെ നടക്കേണ്ട നടപടിക്രമങ്ങളും, അവിടെ ഗോവർദ്ധൻ സമ്മാനം കൊടുക്കുക സോണിയാഗാന്ധിക്ക്, ഇദ്ദേഹം ചരട് കെട്ടിക്കൊടുക്കുന്നെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കെട്ടിക്കൊടുക്കുന്നെങ്കിൽ മറ്റേതെങ്കിലും സമ്മാനം കൊടുക്കുക. ആ സമ്മാന പൊതി എന്താണെന്ന് ഇതുവരെ സോണിയാജിയുടെ ഓഫീസ് പുറത്തു വിട്ടിട്ടില്ല. എന്ത് സമ്മാനമാണ് അദ്ദേഹം സംഭാവന ചെയ്തത് എന്നുള്ളത് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. ഇനി ഒരു ചെറിയ കാര്യം കൂടി, ശ്രീമതി അനുജയ്ക്ക് നല്ല ഓർമ്മ കാണും, ഇവിടെ ഇരിക്കുന്ന എൻ്റെ സഹപാനലിസ്റ്റുകൾക്ക് ഓർമ്മ കാണും. സോണിയാജി മത്സരിച്ച സ്ഥലം എവിടെയാ? അവർ പാർലമെന്റിലേക്ക് മത്സരിച്ച സ്ഥലത്തിന്റെ പേരാ ബെല്ലാരി. ആ ബെല്ലാരിക്കാരനാ ഗോവർദ്ധൻ.
അത് അപ്പൊ ഞാനിപ്പോ പറഞ്ഞത് ഗോവർദ്ധൻ താങ്കൾ സോണിയാഗാന്ധിയുടെ ഓഫീസിൽ പോയെങ്കിൽ ഞാൻ അങ്ങനെ ഓഫീസിൽ പോയെങ്കിൽ മത്സരിക്കുന്ന അതിന്റെ ഒരാള് അർത്ഥം എന്താ? സ്വാഭാവികം അപ്പോ അവിടെയുള്ള ഒരാള് അല്ല ചോദിക്കണ്ട ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾ ഇടപെട്ടപ്പോഴും എനിക്ക് സമയം തന്നിട്ട് നിങ്ങൾ ഇടപെട്ടു. ശ്രീ റിജിൽ മാക്കറ്റി അദ്ദേഹം സംസാരിക്കട്ടെ. ഡോക്ടർ പി കെ ഗോപന്റെ സമയമാണ്. റിജിലെ അത് പറ്റില്ല. ഇല്ല നിങ്ങള് അനുജ എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടപ്പോഴും നിങ്ങൾക്ക് ഇനിയും പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ മിണ്ടിയില്ല. ചർച്ചയിലെ സാമാന്യ മര്യാദ നിങ്ങൾ പാലിക്കണം. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് അസ്വസ്ഥതയൊക്കെ ഉണ്ടായി ഇടയ്ക്ക് കയറണമെന്ന്. ഞാൻ കയറാതിരുന്നത് അതല്ല ചർച്ചയുടെ ശൈലി. നാട്ടുകാർ കേട്ടോണ്ടിരിക്കുന്നവർക്ക് ഇത് ബഹളം ഉണ്ടാകുന്നത് മാത്രമേ ഉള്ളൂ, കാര്യം മനസ്സിലാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ടത് കേവല ചിത്രമല്ല എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് സാധാരണ ഒരു ചിത്രമല്ല, ഇത് പെർമിറ്റഡ് ആണ്, പെർമിഷൻ വാങ്ങിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഏർപ്പാടാണ്. ഇനി ഇതിൽ രണ്ടുപേരുടെ പേരിൽ നടപടിയെടുത്തില്ല അവരുടെ SITയുടെ അന്വേഷണം ദുർബലം. ഇവിടെ BJPയുടെ സുഹൃത്തുക്കളൊക്കെ ആവശ്യപ്പെടുന്നത് പറയുന്നത് SITയുടെ അന്വേഷണം ദുർബലമായാൽ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുമോ, വാസു സാറിനെ അറസ്റ്റ് ചെയ്യുമോ? അപ്പോൾ അവരെ അറസ്റ്റ് ചെയ്തത് SITയെ സ്വതന്ത്രമായി വിട്ടതുകൊണ്ടാണ്. സംസ്ഥാന ഗവൺമെൻറ് അതിൽ ഇടപെടില്ല എന്ന് ശടിച്ചതുകൊണ്ടാണ്. അത് നിങ്ങളുടെ മാത്രം ആവശ്യമല്ല സാർ, നിങ്ങളുടെ മാധ്യമങ്ങളുടെ ആവശ്യമോ കോൺഗ്രസിന്റെ BJPയുടെ ആവശ്യമല്ല, CPMന്റെ ആവശ്യമാണ്. അതിനപ്പുറത്തേക്ക് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് പരാതി ഡോക്ടർ പി കെ ഗോപൻ. അതിനപ്പുറത്തേക്ക് മുന്നോട്ട് പോകുന്നില്ല. അത് കോടതിയും കഴിഞ്ഞ ദിവസം പ്രകടിപ്പിച്ച ആശങ്ക അത് തന്നെയാണല്ലോ. ഇപ്പൊ ഡി മണിയുടെ മുമ്പിൽ SIT ചെല്ലണമെങ്കിൽ SIT തളർന്നു പോയതുകൊണ്ടാണോ? നിങ്ങൾ ഈ പറയുന്ന ഇന്ന് എല്ലാ മാധ്യമങ്ങളും പറഞ്ഞ് ഡി മണിയിൽ എത്തിയിരിക്കുന്നു. ഈ ഡി മണി ആരായിക്കോട്ടെ, 2 ദിവസത്തേക്ക് കുറച്ചുകൂടെ വ്യക്തമാകത്തുള്ളൂ. പക്ഷെ അവരിലേക്ക് എത്തണമെങ്കിൽ SIT വീക്കായതുകൊണ്ടാണോ? അത് ഇവിടെ വെച്ചാണോ എത്തിയിരിക്കുന്നത്? അടുത്ത സ്റ്റേറ്റിലാണ് പോയിരിക്കുന്നത്. SIT വീക്കാന്നെ പത്മകുമാർ ജയിലിൽ കിടക്കുവോ, വാസു സാർ ജയിലിൽ കിടക്കുവോ, ഇത്ര ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുവോ? കോടതിക്ക് അതിർക്കാത്ത അസംതൃപ്തി ഇല്ലല്ലോ ഡിവിഷൻ ബെഞ്ചിന്. വേറെ ഒരു കോടതിയുമായി ബന്ധപ്പെട്ടല്ലേ ഡിവിഷൻ ബെഞ്ച് ഓരോ ദിവസവും ഇക്കാര്യത്തിൽ അവർ സംതൃപ്തരാണ്. മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ SITക്ക് ദൗർബല്യം ഉണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് എന്തെങ്കിലും പരിഹരിക്കണമെങ്കിൽ ആ നിർദ്ദേശം ബഹുമാന്യ കോടതി കൊടുത്തിട്ടില്ല. അപ്പം നമ്മുടെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൊളിറ്റിക്കലായിട്ട് പറഞ്ഞാൽ CPM എന്ന തരത്തിൽ പറഞ്ഞാൽ എന്റെ ചോദ്യത്തിന് ഒരു ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞുകൊണ്ട് ഞാനൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഡോക്ടർ പി കെ ഗോപൻ, ഇപ്പൊ ഈ സോണിയാഗാന്ധിയുടെ വിഷയം അത് സോണിയാഗാന്ധിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതിപ്പോൾ ഈ 2 പാനലിസ്റ്റുകളും സോണിയാഗാന്ധിയുടെ പേര് എടുത്തെടുത്ത് പറഞ്ഞതുകൊണ്ടും മറ്റൊന്ന് മുഖ്യമന്ത്രിയാണ് ആ വിഷയം ഇത്രയും ഗൗരവത്തിലേക്ക് ഉയർത്തിക്കൊണ്ടും അതുകൊണ്ടുള്ള എൻ്റെ ഒരു ചോദ്യം, എൻ്റെ ഒരു സംശയമാണ്, ആ തരത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുമോ ഈ ഒരു വിഷയത്തിൽ എന്നുള്ളതാണ്. ഇപ്പോൾ ഗോവർദ്ധനുണ്ട്, പ്രയാർ ഗോപാലകൃഷ്ണനുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്, ഒന്നിലേറെ തവണ കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ അത് ഒരു അന്വേഷണ വിധേയമാക്കേണ്ടുന്ന കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം. ചുരുങ്ങിയ മറുപടി. എനിക്ക് ഇടവേള. അനുജ, വളരെ ന്യായമായ ചോദ്യമാണ്. പക്ഷെ വളരെ കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ പത്മകുമാറിന് ഒരു കമൻറ്റ് നടത്തി പത്മകുമാർ, നമ്മൾ ദൈവത്തെ പോലെ കരുതുന്ന ആളുകൾ. പത്മകുമാർ പറഞ്ഞത് ഉയർന്ന രാഷ്ട്രീയ നേതൃത്വത്തെയാണെന്ന് ആക്ഷേപം ഉന്നയിച്ചു. ഇവർ ചർച്ചയിലെല്ലാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പത്മകുമാറിനെ കൊണ്ട് ഇത് ചെയ്യിച്ചു, കടകംപള്ളിയെ കൊണ്ട് ചെയ്യിച്ചു എന്നുവരെ യാതൊരു മര്യാദയില്ലാത്ത ആക്ഷേപം ഉന്നയിച്ചു. അപ്പോഴും മുഖ്യമന്ത്രി മിണ്ടിയില്ല. ഇതിനെല്ലാ ദിവസവും മറുപടി പറയുന്ന ആളല്ല മുഖ്യമന്ത്രി. എന്നിട്ട് കൃത്യമായൊരു തെളിവ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഇവരുടെ പ്രയാർ ഗോപാലകൃഷ്ണനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും മറ്റുള്ളവന്മാരും എല്ലായിട്ട് ചേർന്ന ഒരു തെളിവ് കിട്ടിയപ്പോൾ മുഖ്യമന്ത്രി അത് പുറത്തുവിടാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ യുക്തി എന്താണ് ശ്രീമതി അനുജ? അതുകൊണ്ട് സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട തെളിവ് അവർ കൃത്യമായിട്ട് അദ്ദേഹം പുറത്തുവിട്ടു. ഇനി അത് സംബന്ധിച്ച ആക്ഷേപങ്ങൾ SITയുടെ കയ്യിലാണ്. മുഖ്യമന്ത്രി അല്ല അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്നത്, മുഖ്യമന്ത്രി ഡയറക്ഷൻ കൊടുക്കാറുമില്ല. അത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് SIT. അതുകൊണ്ട് SIT മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്നോ, സോണിയാഗാന്ധി ചോദ്യം ചെയ്യുന്നോ, മുഖ്യമന്ത്രിയോട് തെളിവ് ആവശ്യപ്പെടുന്നോ? മുഖ്യമന്ത്രിക്ക് കൊടുക്കാനുള്ള തെളിവിതാ. ഇത് സംസാരിക്ക് തെളിവാ. ചോറ് വെന്തോന്ന് നോക്കാൻ മുഴുവൻ അരി എടുത്താലും ഞെക്കി നോക്കാറില്ല. ഇത് ഇവരുടെ ബന്ധത്തിന്റെ സംസാരിക്ക് തെളിവാ. ഇത് കേവലമായ കാഷ്വലായിട്ടുള്ള ഒരു ഫോട്ടോ എടുപ്പല്ല. ഇത് ബെല്ലാരിയിൽ തുടങ്ങുന്ന ബന്ധം, ബെല്ലാരിയിലെ തെരഞ്ഞെടുപ്പിൽ തുടങ്ങുന്ന ബന്ധം, ഇത് AICC ആസ്ഥാനത്ത് എത്തി നിൽക്കുന്ന ബന്ധം, ഇത് ഇറ്റലിയുമായിട്ടുള്ള ബന്ധം, ഇത് അന്താരാഷ്ട്ര കള്ളക്കടത്തുമായിട്ടുള്ള ബന്ധം. അന്വേഷിക്കട്ടെ. നല്ല ആവേശപൂർവ്വം നിങ്ങൾ നിൽക്കുക. ഞങ്ങളുടെ കാലത്ത് തന്നെ ശബരിമലയിലെ സ്വർണം കണ്ടെത്തി കേരളത്തിൽ സമർപ്പിച്ചിട്ട് ഞങ്ങൾ ഈ ടൈം അധികാരം വിടും. ഞങ്ങളുടെ വാശിയാണ്. ശരി, ഞാൻ റിജിലേക്ക് എത്താം. എനിക്കൊരു ഇടവേള വേഗം എടുക്കണം. ഇടവേള. തിരികെ എൻകൗണ്ടറിലേക്ക്. ശ്രീ ഷാജി രാഘവൻ, ഇപ്പോൾ ഇന്ന് ഈ അന്താരാഷ്ട്ര കടത്ത് സംഘത്തിലേക്ക് SIT എത്തിയിരിക്കുന്നു. അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ ഇനി പുറത്ത് വരേണ്ടതുണ്ട്.
CBI അന്വേഷിക്കണമെന്ന ആവശ്യം ഇതിനോടകം തന്നെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ കോടതിക്ക് മുന്നിലേക്ക് വച്ചിട്ടുണ്ട്. അതിൽ CBI അവർ വില്ലിംഗ് ആണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൽ കോടതിയുടെ തീരുമാനം അവധിക്ക് ശേഷം വരികയും ചെയ്യും. അപ്പോൾ നിങ്ങൾ കരുതുന്നത് ഇനി ഈ അന്വേഷണം SITക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അത് പരിമിതികൾ ഉണ്ടാകാം, അപ്പോൾ CBI തന്നെ വരണം, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സംഭവവികാസത്തോടെ ആ ഒരു ആവശ്യം കടുപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണോ? വരുന്നില്ല കേട്ടോ സൗണ്ട്. എന്നോടാ ചോദ്യം. ഷാജി കേൾക്കാമോ? ഞാൻ താങ്കളിലേക്ക് എത്താം. ഒരു സാങ്കേതിക പ്രശ്നമാണ്. റിജിൽ, താങ്കൾ നേരത്തെ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, അതെന്തായിരുന്നു? ശ്രീമതി അനുജ, ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ഇവിടെ വന്നിട്ട് വളരെ നട്ടാൽ നുണ പറഞ്ഞ് സോണിയാഗാന്ധി ഇറ്റലി എന്നൊക്കെ പറയുമ്പോൾ 2019 ഈ സ്വർണ്ണക്കൊള്ള നടന്നത്. ആ സ്വർണ്ണക്കൊള്ള നടക്കുന്നതുമായി ബന്ധപ്പെട്ട് SIT നിയമിക്കുന്നത് ഈ പിണറായി വിജയൻ്റെ സർക്കാരല്ല, ഹൈക്കോടതിയാണ്. അവിടെ അന്നത്തെ ജയകൃഷ്ണൻ എന്ന് പറയുന്ന ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ അദ്ദേഹമാണ് കോടതിയെ അറിയിക്കുന്നത് അനുമതിയില്ലാതെ ദ്വാരപാലക ശില്പത്തിൻ്റെ സ്വർണം ഇവിടെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്നുള്ള ഹൈക്കോടതി അറിയിച്ചതിന് ശേഷമാണ് SIT എന്ന് പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇത് അന്വേഷിക്കാൻ വരുന്നത്. 2019 ഈ സ്വർണ്ണക്കൊള്ള നടന്നത്. ഈ കാര്യം നടക്കുമ്പോൾ അന്നത്തെ പത്മകുമാറും ബാസുവും, പത്മകുമാർ അന്ന് പ്രസിഡന്റും ബാസു അന്ന് കമ്മീഷണറുമാണ്. അങ്ങനെയാണ് ഈ സ്വർണ്ണക്കൊള്ള നടക്കുന്നത്. അതിൻ്റെ പേരിലാണ് ഈ പറയുന്ന CPMൻ്റെ നേതാക്കന്മാർ ജയിലിൽ കിടക്കുന്നത്. ഞാൻ ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, നമ്മുടെ അന്തരിച്ചു പോയ പ്രസിഡന്റ് അദ്ദേഹമാണ് എങ്കിൽ, ആ കാലത്താണെങ്കിൽ ഈ പറയുന്ന അന്വേഷിക്കണ്ടേ? അദ്ദേഹത്തെ ആ സമയത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണം കൊണ്ടുപോയത് എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു തെളിവ് കണ്ടെത്തിയിട്ടുണ്ടോ? സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി സോണിയാഗാന്ധിയെ കണ്ടു എന്ന് പറഞ്ഞ് ബെല്ലാരിയിൽ മത്സരിച്ചു എന്ന് പറഞ്ഞ് ആ രൂപത്തിലേക്ക് ചർച്ച കൊണ്ടുവരുമ്പോൾ അതിൽ ഒരു കാര്യം ഉന്നയിക്കുന്നത് ശ്രീ റിജിൽ മാക്കുറ്റി, ഒരു കാര്യം അത് പറയുന്നത് ഇപ്പോൾ ഇതിലുള്ളത് ഈ പറയുന്ന തട്ടിപ്പ് ഒന്നാം പ്രതി ഉൾപ്പെടെ, ഇപ്പോൾ ഗോവർദ്ധനും പ്രതിയാണ്, കൂടാതെ പ്രയാർ ഗോപാലകൃഷ്ണൻ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. ഇവരെല്ലാവരും ഈ പടത്തിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതാണ് അതിൻ്റെ പ്രാധാന്യമായി ഇപ്പോൾ എടുത്തു പറയപ്പെടുന്നത്. അതെ അനുജ, നിങ്ങൾ സാങ്കേതികമായി നിങ്ങൾ ചിന്തിച്ചാൽ പോലെ പ്രയാർ ഗോപാലകൃഷ്ണൻ എപ്പോഴാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് അദ്ദേഹത്തെ മാറ്റിയത്? അദ്ദേഹം ഭരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന സ്വർണ്ണക്കൊള്ള നടന്നത് അല്ലല്ലോ. നമ്മുടെ മുമ്പിൽ തെളിവ്, നമുക്ക് ഈ യഥാർത്ഥത്തിൽ ഈ സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ ഇപ്പൊ ഈ തീയതികൾ ഇത് എന്ന് മുതൽ തുടങ്ങിയതാണ് എന്നതിൽ പോലും അവ്യക്തത വരുന്നുണ്ട് ശ്രീ റിജിൽ. കാരണം 2009 സ്മാർട്ട് ക്രിയേഷൻസ് അവിടെ എത്തിയതാണ്. ഞാനൊന്ന് പറയട്ടെ, 2009 സ്മാർട്ട് ക്രിയേഷൻസ് അവിടെ എത്തുന്നു. താഴികക്കുടം എന്നുള്ളത് അതിൽ 5 എണ്ണവും ഒറ്റമുണ്ട്. കൂടാതെ പിന്നീടാണ് ഈ 2019 കഥയൊക്കെ പറയുന്നത്. ഈ 2019 അവരവിടെ എത്തി സ്വർണം പൂശിയിട്ടുണ്ട്. അത് സന്നിധാനത്ത് തന്നെ എത്തി സ്വർണം പൂശി എന്നുള്ളത് 2011 അവർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അത് സന്നിധാനത്ത് തന്നെ ചെയ്ത കാര്യമാണ്. 2019 അത് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ ഈ ഇത്തരത്തിൽ സാങ്കേതിക വിദ്യയും അതിനുള്ള ആളുകളും ഒക്കെ സ്മാർട്ട് ക്രിയേഷൻസിന് സന്നിധാനത്ത് വന്ന് ചെയ്യാനുള്ള സൗകര്യമുള്ളപ്പോൾ എന്തിനാണ് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് എന്ന ചോദ്യമുണ്ട്. അതിന് ആരൊക്കെയാണ് ഒത്താശ ചെയ്തത്, അവിടെ തട്ടിപ്പ് നടക്കുന്നുണ്ടോ എന്നൊക്കെയുള്ളതാണ് ഇതിലെ വിഷയം. പക്ഷേ ഇത് ഇവർ കഴിഞ്ഞ കുറെ കാലങ്ങളായി അവിടെ ഉള്ളവർ തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി 2007 മുതൽ അവിടെ ഉണ്ട് താനും. അതെ, എൻ്റെ ചോദ്യം എന്താണെന്നറിയോ, ഈ 2011 ഈ സ്മാർട്ട് ക്രിയേഷൻ അവിടെ വന്നു. ശബരിമലയിൽ അങ്ങനെ കാര്യങ്ങൾ ചെയ്യണം, അതിൻ്റെ പരിസരത്ത് മാത്രമേ ചെയ്യാവൂ എന്നുള്ള കൃത്യമായ ഓർഡർ അവിടെ ഉണ്ട്. അല്ലാതെ അവിടുന്ന് പുറത്ത് കൊണ്ടുപോയി ഈ ദ്വാരപാല ശില്പത്തിൽ സ്വർണ്ണമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. പക്ഷെ അത് ലംഘിച്ചുകൊണ്ടാണ് 2019 ഈ സ്മാർട്ട് ക്രിയേഷൻ്റെ അടുത്ത് ചെന്നൈയിലേക്ക് ഈ ദ്വാരപാലക ശില്പത്തെ സ്വർണ്ണപ്പാളികൾ ഇവർ കടത്തിക്കൊണ്ടുപോയത് എന്നുള്ളതാണ് വിഷയം. ആ 2019 നടന്ന വിഷയത്തിൽ ഈ പറയുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായ സമയത്ത് ഇത്തരം കാര്യങ്ങൾ നടന്നു എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു തെളിവ് ഈ പറയുന്ന അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ടോ? അവർ പരിശോധിക്കുന്നുണ്ടല്ലോ. ഈ പറയുന്ന 2019 തൊട്ട് ഇങ്ങോട്ടുള്ള കാര്യത്തിനകത്ത് സോണിയാഗാന്ധിയുടെ കൂടെ ഫോട്ടോ എടുത്തു, അത് ആന്റി ബിസിനസ് നടത്തുന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് രാഷ്ട്രീയം കാണുമ്പോൾ ഈ കള്ളന്മാരെ രക്ഷിക്കാൻ CPMൻ്റെ നേതൃത്വം പെട്ടിട്ടുള്ള ഈ സ്വർണ്ണക്കൊള്ളയിൽ ജനം ഇവരെ ശിക്ഷിച്ചുകൊണ്ട് ഇനിയും ശിക്ഷിക്കാൻ പോകുന്നു എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഈ കാര്യം നടക്കുന്നത്. ജയറാമിന്റെ ഒന്നിച്ച് ഫോട്ടോ ഇല്ലേ, ജയറാമിന്റെ വീട്ടിൽ പോയിട്ടില്ലേ? അപ്പോൾ ജയറാം ഈ കേസിനകത്ത് പ്രതിയാന്ന് പറയാൻ പറ്റുമോ? സിനിമാ നടന്മാരായ നിരവധി ആളുകളുമായി ബന്ധപ്പെട്ട്
ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഇതുകൊണ്ട് പോയില്ലേ? അവരൊക്കെ പ്രതികളാണോ? അങ്ങനെയാണെങ്കിൽ സോണിയാഗാന്ധിയുടെ ഫോട്ടോ മാത്രമാണോ ഈ പറയുന്ന കേസിലെ പ്രതികളാരാ? ഈ പത്മകുമാറും അതല്ലല്ലോ ഇതിലിപ്പോ ഞാൻ പറഞ്ഞു പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ എല്ലാവരും ഉണ്ട്. അതായത് ഗോവർദ്ധനും പോറ്റിയും ഉണ്ട്. കൂടാതെ ഈ സോണിയാഗാന്ധിയെ കാണുക എന്നുള്ളത് ഇത്രയും ബുദ്ധിമുട്ടുള്ള അവിടെ എങ്ങനെയാണ് ഇവർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു ഒന്നിലേറെ തവണ? ഇതൊക്കെയാണ് ചോദിക്കുന്നത്. സോണിയാഗാന്ധിയെ ഞാൻ പറയുന്നത് മാവുങ്കലിൻ്റെ അടുക്ക് നമ്മുടെ ഇപ്പോഴത്തെ DG പിന്നെ മനോജ് അബ്രഹാം അതോടൊപ്പം തന്നെ ബഹ്റൈനൊക്കെ പോയി അവിടുന്ന് എന്തൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ മുമ്പിലില്ലേ? തട്ടിപ്പുകാർക്ക് എത്താൻ ചിലപ്പോൾ സ്വാധീനമായി ബന്ധപ്പെട്ട് അവർ പോയിട്ടുണ്ടാവാം, ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ലല്ലോ. അങ്ങനെ തട്ടിപ്പുകാരായ ആ ഘട്ടത്തിൽ എന്തെങ്കിലും തരത്തിൽ തെളിവുണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് പോലും ഇവർ വാസു സാറ് ആരാ വിളിക്കുന്നത്? വാസു എന്ന കള്ളനെ, സ്വർണം കട്ട് ജയിലിൽ കിടക്കുന്ന കാട്ടുകള്ളനെ സാറെന്ന് വിളിക്കും. ഉളുപ്പില്ലാത്തവൻ. സോണിയാഗാന്ധിയെ കുറിച്ചിട്ട് ഇത്ര ആശ ഉന്നയിക്കുന്ന ഇവർ കള്ളന്മാരെ സംരക്ഷിക്കും. അല്ലാണ്ട് ആരാ സാറെന്ന് വിളിക്കാൻ പറ്റുമോ? വാസുവിനെ പോലത്തെ ഒരു പെരുങ്കള്ളനെ, സ്വർണം കട്ടവനെ, അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചവനെ, ജയിലിൽ കിടക്കുന്നവനെ എന്നിട്ട് സാറ് എന്ന് വിളിക്കുമ്പോൾ ഇവരാണ് കള്ളന്മാരെന്ന് ഈ നാട് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങൾ ഈ ഗിമ്മിക്കുകളും നിങ്ങൾ ഈ തരത്തിലുള്ള വാചാടോപൊന്നും ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. സ്വർണം കട്ടത് ആരപ്പ? സഖാക്കളാണ്. അയ്യപ്പ നിങ്ങൾ തന്നെയാണ്. ശ്രീ ഗോപൻ ആ വാസു സാറെ പണവും നിങ്ങളെപ്പോലെ ആൾ സാറെന്ന് വിളിക്കുമ്പോൾ ഗോപനും ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം വാസു സാറായിട്ട് ഉണ്ടാവും. അയ്യപ്പന്റെ പണം ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന ആൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് സാറ് എന്ന് വിളിച്ച് പറയുന്നത്. ശരി, ശ്രീ ഷാജി രാഘവൻ, ഞാൻ നേരത്തെ താങ്കളോട് ചോദിച്ച ചോദ്യം, ഇപ്പോൾ ഇതിനോടകം തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കോടതിയെ സമീപിച്ചിട്ടുണ്ട് CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ CBI തയ്യാറാണ് എന്ന് പറഞ്ഞു. കോടതിയുടെ തീരുമാനം നമ്മൾ ക്രിസ്മസ് അവധിക്ക് ശേഷം അറിയുകയും ചെയ്യും. ഇപ്പോൾ ഇന്നത്തെ ഈ കാര്യങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ ഒരു അന്താരാഷ്ട്ര കടത്ത് സംഘം, ഒരു മാഫിയ സംഘമുണ്ട് ഇതിൽ. അതിൽ കണ്ണിയായ ഒരാളിലേക്ക് SIT എത്തുമ്പോൾ ആ ആവശ്യം നിങ്ങൾ കുറെ കൂടി കടുപ്പിക്കുമോ? SITക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? നിങ്ങൾ കരുതുന്നുണ്ടോ? കാരണം SITയുടെ പരിധിയിൽ നിൽക്കുന്നതാണോ ഇത്? അല്ല, ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞിരുന്നു SITക്ക് പരിമിതികളുണ്ട്. കാരണം കോടതി തന്നെ ഒരു ഘട്ടത്തിൽ അന്താരാഷ്ട്ര മാനമുള്ള കേസാണെന്ന് പറയുന്നിടത്ത് SITയുടെ പരിമിതികളെപ്പറ്റി ഞങ്ങൾ അന്ന് തന്നെ സൂചിപ്പിച്ചിരുന്നു. അനുജ, ഈ ഘട്ടത്തിൽ ശരിക്കും കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയോ? കേരളത്തിലെ ദേവസ്വം ബോർഡുകളിൽ ദേവൻ്റെ സ്വത്ത് അടിച്ചുകൊണ്ട് പോയ ഈ ഒരു വലിയ സംഭവം, ഇത് ശബരിമല മാത്രമല്ലല്ലോ, ഈ രണ്ട് മുന്നണികൾക്കും ആ പ്രശ്നത്തിനോടുള്ള ആത്മാർത്ഥതയാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ ബഹുമാന്യനായ ഗോവൻ പറയുന്നുണ്ട്, മുഖ്യമന്ത്രി ഒരു സോണിയാഗാന്ധിയുടെ കാര്യം പറഞ്ഞു. സോണിയാഗാന്ധിയുടെ പടം മുഖ്യമന്ത്രി പറയുമ്പോൾ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത് എന്താ? സോണിയാഗാന്ധിക്കും കോൺഗ്രസിലെ ദേശീയ സംസ്ഥാന നേതാക്കന്മാർക്കും ശബരിമലയിലെ സ്വർണം അടിച്ചു മാറ്റിയതിൽ ബന്ധമുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ശ്രീ ഗോവന് ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് അങ്ങനെ പറഞ്ഞു പോകാം, പാസീവായിട്ട് പറഞ്ഞു പോകാം. പക്ഷെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി പറയാൻ മാത്രമാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? അദ്ദേഹത്തിൻ്റെ കയ്യിലല്ലേ ഈ ആഭ്യന്തര വകുപ്പ്? അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. പോറ്റിയും പ്രയാർ ഗോപാലകൃഷ്ണനും കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരും സോണിയാഗാന്ധിയെ കണ്ടത് 2018 മുമ്പാണെന്നും അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പാണെന്നും അദ്ദേഹത്തിന് ബോധ്യമുണ്ടെങ്കിൽ, ഈ കേസ് ഇപ്പോഴത്തെ അന്വേഷണം പോരാന്നും അദ്ദേഹത്തിന് ബോധ്യമുണ്ടെങ്കിൽ, സംസ്ഥാന ഗവൺമെൻറ്റിന് CBI അന്വേഷണം ആവശ്യപ്പെടാമല്ലോ. എന്തേ അവരിത് ആവശ്യപ്പെടാത്തത്? അപ്പോൾ അവർക്കും ഇത് അന്വേഷിക്കണമെന്ന് അവർക്ക് ആഗ്രഹമില്ല. അനുശ, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയുമോ? ഇതിനു മുമ്പ് ശ്രീ ശിവകുമാർ, അദ്ദേഹത്തിൻ്റെ അനിയൻ, കോൺഗ്രസിൻ്റെ കാലത്തെ, ഉമ്മൻചാണ്ടിയുടെ കാലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്, അന്ന് ശബരിമലയിൽ 1,88,00,000 രൂപയുടെ വലിയ അഴിമതി നടന്നു. ഇപ്പോഴും വിജിലൻസ് അന്വേഷണം നടക്കുക. പിണറായി വിജയൻ ആ ഫയലിൻ്റെ പുറത്ത് 9 വർഷമായിട്ടിരിക്കുകയാണ്. ഇന്നേ വരെ അന്വേഷണം അങ്ങ് എത്തിയിട്ടില്ല. അപ്പോൾ ഈ ദേവസ്വം കൊള്ളകളിൽ ഈ രണ്ട് മുന്നണികൾ ഒരേപോലെ നിൽക്കുകയാണെന്നേ. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുന്ന, അദ്ദേഹം വളരെ വാചാലനാകുന്നുണ്ട്, രമേശ് ചെന്നിത്തലയുടെ കാര്യവും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പോയി മൊഴി കൊടുത്ത കാര്യമൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ ശ്രീ രമേശ് ചെന്നിത്തല കേരളത്തിൻ്റെ ജനങ്ങളോട് എന്താ പറയേണ്ടത്? അദ്ദേഹത്തിന് എന്തിന് ഇവർ പോയി സോണിയാഗാന്ധിയെ കണ്ടു എന്നല്ലേ അദ്ദേഹം ആദ്യം പറയേണ്ടത്? എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു മറുപടി ഉണ്ട് ശ്രീ ഷാജി രാഘവൻ. രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം പറഞ്ഞത് സോണിയാഗാന്ധിക്ക് ആരാണ് പോറ്റി എന്ന് അത് തിരിച്ചറിഞ്ഞു കാണില്ല, അത് സ്വാഭാവികമായും നമ്മൾ അത് തന്നെ അങ്ങനെ തന്നെ കരുതുകയാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാചകമുണ്ട്, സോണിയുടെ അടുത്തേക്ക് പോറ്റിയെ കൊണ്ടുപോയവർക്ക് ഉത്തരവാദിത്തമുണ്ട്, സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് അവരെ എത്തിച്ചവർക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന്. പിന്നീട് അദ്ദേഹം പറയുന്നു, കൊണ്ടുപോയവർക്കും ഒരുപക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് അറിയില്ലായിരിക്കാം. ഇതാണ് അദ്ദേഹം അതിനുള്ള മറുപടിയായി പറഞ്ഞത്. അല്ല, ഈ കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന ആർക്കെങ്കിലും അതിനെപ്പറ്റി വല്ല ബോധ്യമുണ്ടോ? ഒരു തവണയാണ് ശരി, 2 തവണയാണെങ്കിലും ശരി, അല്ലല്ലോ.
കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ് കൊണ്ടുപോയതെങ്കിൽ ശരി, അതുമല്ലല്ലോ. 2 പ്രഗത്ഭരായ നേതാക്കൾ ഇപ്പോഴും കോൺഗ്രസിന്റെ എന്റെ സംശയം ശ്രീ ഷാജി, ഇപ്പൊ നിങ്ങൾ ഈ വിഷയം ഇപ്പൊ മുഖ്യമന്ത്രി ഇത് പരാതിയായി പറയണമെന്നൊക്കെ പറയുമ്പോൾ BJP ഈ വിഷയം ഏറ്റെടുക്കുമോ എന്നുള്ളതാണ്. ശ്രീ ഷാജി രാഘവൻ, BJP ഈ വിഷയം ഗൗരവത്തിൽ ഏറ്റെടുക്കുമോ? അല്ലല്ല, തീർച്ചയായിട്ടും അല്ല. ഞങ്ങൾ ചെയ്തത് എന്താ? ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത് 50% വരുന്ന ജനവിഭാഗത്തിന്റെ കേരളത്തിലെ ആരാധനാലയങ്ങളിൽ നടക്കുന്ന ഈ സ്വർണ്ണക്കൊള്ള മാത്രമല്ല, ദേവസ്വം ബോർഡ് സ്വത്ത് അടിച്ചുകൊണ്ട് പോകുന്ന കാലാകാലങ്ങളായി മാറി മാറി വന്ന 2 മുന്നണികളുടെയും ദേവസ്വം ബോർഡുകൾ ഞങ്ങൾ അതല്ല ഞാൻ ചോദിക്കുന്നത്. ഈ സോണിയാഗാന്ധിയുമായി സ്പെസിഫിക്കലി ആ വിഷയത്തിലേക്ക് വരുമോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ റിജിലേക്ക് എത്താം. അതുകൊണ്ട് ഉറപ്പായിട്ട് വരും. തീർച്ചയായിട്ടും ഇത് സോണിയാഗാന്ധിക്കുള്ള ബന്ധം ഒരു സംശയവും വേണ്ട. സോണിയാഗാന്ധിക്ക് ഇതിനകത്ത് ബന്ധമുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവല്ലേ എന്ന്. ഇത്രയും വലിയ മോശം ഇമേജ് ഉള്ള 2 പേരെ അവർ സ്വീകരിക്കുക, അവർ ആദരിക്കുക, അവർ ഷാളൊക്കെ ഇടുന്നുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണോ അവർക്കറിയില്ലല്ലോ മോശം ഇമേജ് ആണോ എന്നൊക്കെയുള്ളതൊക്കെ ഇപ്പോഴല്ലേ നമ്മൾ അറിയുന്നത്. സോണിയാഗാന്ധിയുടെ ശ്രീമതി സോണിയാഗാന്ധിയുടെ അങ്ങനെയുണ്ടെങ്കിൽ ഇതേ ആനുകൂല്യം ബാക്കിയുള്ളവർക്കും കിട്ടും. അതേ ആനുകൂല്യം ബാക്കിയുള്ളവർക്കും കിട്ടും. സ്വാഭാവികമായും നരേന്ദ്രമോദിയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എത്ര ആളുകളുണ്ട്, എത്ര തട്ടിപ്പുകാർ നരേന്ദ്രമോദിയുടെ അടുത്ത് പോയിട്ടുണ്ട്, നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയിട്ടുണ്ട്. അവരൊക്കെ പോയത് പല ആളുകളും പോയിട്ടില്ലേ, ചിത്രങ്ങൾ വന്നിട്ടില്ലേ? എന്നാൽ നരേന്ദ്രമോദി ആ കേസിനകത്ത് പ്രതിയാണ് എന്ന് നിങ്ങൾ പറയോ? ശബരിമല പോലെ ഏറ്റവും പവിത്രമായ സ്ഥലത്ത് നിൽക്കുന്ന ഒരാള് നിങ്ങൾ പത്മകുമാറിനെ ചേർത്ത് പോറ്റിയെ പറയുമ്പോൾ നിങ്ങൾക്ക് 2016 നിങ്ങൾക്ക് ദേവസ്വം കിട്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം വർഗീയത കളിക്കാനാണ്. നിങ്ങളെ മാതിരി വർത്തമാനം പറയണ്ട. നിങ്ങളാണ് കട്ടുമുടിച്ചതും രാജ്യമുള്ള കട്ടുമുടിക്കുന്ന ആളുകളാണ് BJP. സ്വത്തുമൊട്ടിക്കുന്നതിനും സ്വർണ്ണക്കൊള്ള നടത്തിയതിനും കുംഭകോണം നടത്തി മുന്നോട്ട് സോണിയാഗാന്ധിയുടെ കാലത്ത് അവരുടെ ബന്ധു നടത്തുന്ന വിദേശത്ത് നടത്തുന്ന ഈ തരത്തിലുള്ള വ്യാപാരശാലയിലേക്ക് ഇവിടുന്ന് വിഗ്രഹങ്ങൾ പോയിട്ടുണ്ടെന്നേ. അത് സംശയത്തിന്റെ നിഴലിലാണ്. ഇത് ഞാൻ പറയുന്നതല്ല, കേരളത്തിലെ മുഖ്യമന്ത്രി. എൻകൗണ്ടർ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. നമുക്ക് 2 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. 1 മിനിറ്റിൽ ഡോക്ടർ PK ഗോപൻ, എൻ്റെ ചോദ്യം ഇതാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം ഉന്നയിച്ച വളരെ ഗുരുതരമായ മറ്റൊരു ആരോപണം, അത് N വാസുവിൻ്റെ കാലത്ത് നടന്നതാണ്. ചില പുരാതന ക്ഷേത്രങ്ങളിലുള്ള ഈ പറയുന്ന വാർപ്പ്, അതുപോലെ കിണ്ടി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ പുരാതനമായ ക്ഷേത്രത്തിലുള്ളതാണ്. അതൊക്കെ ലേലം ചെയ്യണമെന്ന് N വാസു പറഞ്ഞു. താൻ അതിനെ എതിർത്തു എന്ന് പറയുകയാണ്. അപ്പോൾ അതിന് മറുപടിയായി പറഞ്ഞു, എന്തുകൊണ്ടാണ് ലേലം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് സൂക്ഷിക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു എന്നതാണ്. ഇത് കാര്യം നിയമസഭയിൽ ഉന്നയിക്കുമ്പോൾ അദ്ദേഹം തന്നെയാണ് നിയമസഭയിൽ ഉന്നയിച്ചത്. അന്ന് ദേവസ്വം മന്ത്രിയും ഇതേ വാദം ഉന്നയിച്ചു എന്നതാണ്. അതിനർത്ഥം ഈ ഇത്തരത്തിലേക്കൊക്കെയുള്ള കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ഈ ലേലം ചെയ്യൽ എന്നൊക്കെ പറയുമ്പോൾ അത് എന്താകാം അതിലൂടെ ഉദ്ദേശിച്ചിരുന്നത് നമുക്കറിയില്ല. എന്തുകൊണ്ടാണ് വാസു അങ്ങനെ ഒരു കാര്യം പറഞ്ഞതെന്നറിയില്ല. അപ്പോൾ ഇതൊക്കെ ഈ ഒരു പക്ഷേ ഈ പറയുന്ന അന്താരാഷ്ട്ര കടത്ത് സംഘവുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളാണോ എന്നൊരു സംശയം അത് രമേശ് ചെന്നിത്തല വീണ്ടും ഉന്നയിക്കുകയാണ് ഈ ഘട്ടത്തിൽ. മറ്റൊന്നിപ്പോൾ ഈ പറയുന്നത് പോലെ ഇതിലെ ഈ സ്വർണം വേർതിരിച്ച് കൊണ്ടുപോയി എന്നൊക്കെ നമ്മൾ ഇതുവരെ കരുതുന്നതിന് അപ്പുറത്തേക്ക് ഇത് പോവുകയാണല്ലോ. ശബരിമലയിലെ സാധനങ്ങൾ അത് പഞ്ചലോഹ വിഗ്രഹം ഉൾപ്പെടെ കടത്തിയിട്ടുണ്ടോ എന്നൊക്കെയുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ കോടിക്കണക്കിന് മൂല്യം, 50 കോടി സ്വർണത്തിൻ്റെ മൂല്യമാണെങ്കിൽ ഇത് 500 കോടിയിലേറെയാണ് മറ്റു തരത്തിലേക്ക് ഇത് വിറ്റാൽ അവർക്കുണ്ടാകുന്നത്. അപ്പോൾ ആ ഇടപാടിൽ ആരൊക്കെ പങ്കെടുത്തു? പ്രവാസി വ്യവസായിയുടെ മൊഴി അനുസരിച്ച് ഒരു ഉന്നതൻ, ശബരിമലയുമായി ബന്ധപ്പെട്ടൊരു ഉന്നതന് പണം കൈമാറിയിട്ടുണ്ട് എന്നതാണ്. അത് ഈ ഡി മണിയും പോറ്റിയും ഉന്നതനും മാത്രം അടങ്ങുന്ന ഒരു സംഘം തിരുവനന്തപുരത്ത് വെച്ച് 2020 ഒക്ടോബറിൽ പണം കൈമാറി എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെയാണത്? ആശങ്കപ്പെടുത്തുന്നതാണോ അത്? തീർച്ചയായിട്ടും ആശങ്കപ്പെടുക. ശ്രീമതി അനുജ, നമ്മൾ ഗസ് ചെയ്ത് അതിന് മറുപടി ഉണ്ടാക്കണ്ട. അത് SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീമാൻ ചെന്നിത്തല ഉന്നയിച്ച ആക്ഷേപങ്ങൾ അത് വളരെ മൂല്യമുള്ള ആൻറ്റിക്കുകളുടെ കാര്യമാണോ അതോ സാധാരണ അവിടെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണോ എന്നുള്ളതിൻ്റെ വ്യക്തത വന്നാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഉയർന്നു വന്നൊരു പ്രശ്നം എന്താണെന്നറിയോ? ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. ഈ ശബരിമലയിലെ അയ്യപ്പ സംഗമം മുൻകൂട്ടി വന്നതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് പ്രത്യക്ഷപ്പെട്ടത്. ഇത് കോൺഗ്രസിൻ്റെ പ്രചാരണത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട, അവർക്ക് ആശയസംഹിത രൂപപ്പെടുത്തി കൊടുക്കാൻ നിശ്ചയിച്ച കനകോലുവിൻ്റെ സിദ്ധാന്തമാണ്. കനകോലു ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇറക്കാൻ നിശ്ചയിച്ചത്.
പക്ഷേ അയ്യപ്പ സംഘം വന്നുകൊണ്ട് ഇവർ നേരത്തെ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ കനകോലുവിൻ്റെ സിദ്ധാന്തത്തിലാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമായിട്ട് അടുപ്പമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയെ അട്ടിമറിക്കാൻ വേണ്ടി ഇവർ നടത്തിയ ഒരു തന്ത്രമാണ് ബ്യൂമറാങ് പോലെ ഇപ്പൊ ഇവർക്കെതിരായിട്ട് തിരിച്ചു വന്നിരിക്കുന്നത്. ഫലത്തിൽ അതാണ് സംഭവിച്ചത്. രണ്ടാമത്തെ കാര്യം, ഈ ജില്ലാ ജഡ്ജിക്ക് തുല്യമായ ഒരാള് ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കണമെന്നുള്ള റിജിൽ മാക്കുറ്റിയുടെ ആക്ഷേപം അദ്ദേഹത്തിന്റെ പാർട്ടിക്കകത്ത് ശീലിച്ചാൽ മതി. എന്തൊക്കെ ആ ശീലമില്ല. മൂന്നാമതായിട്ട് ഈ കോൺഗ്രസിന്റെ ഈ സോണിയാഗാന്ധിയുടെ മോഷണമൊന്നും നമ്മളിവിടെ പറഞ്ഞില്ല. നമ്മൾ പറഞ്ഞെന്താ, നമ്മൾ പറഞ്ഞ പ്രശ്നം ഏറ്റവും കൂടുതൽ ബന്ധം ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പത്മകുമാറിനോ കടകംപള്ളിക്കോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ളവർക്കോ ഉള്ള ബന്ധമല്ല, കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വമായിട്ടും കോൺഗ്രസിന്റെ സംസ്ഥാന കൺവീനർക്ക് കൺവീനറുമായിട്ടും അതുപോലെ പാർലമെന്റ് മെമ്പർമാരുമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ബന്ധം. അതാണ് വസ്തുത. അല്ലാതെ സോണിയാഗാന്ധിയുടെ സ്വർണ്ണമൊക്കെ വരട്ടെ, അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരട്ടെ, അതിന് മുമ്പ് ഇവരുമായിട്ടാണ് ബന്ധം. അത് സ്ഥാപിക്കാനാണ് നമ്മൾ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളെ ഈ SIT കൺവേഴ്സ് സാധിക്കുമോ? ഗോപൻ അതിനാണ് മറുപടി പറയേണ്ടത്. ഡോക്ടർ ഗോപൻ. ശരി, നമ്മുടെ സമയം അവസാനിക്കുകയാണ്. വരും ദിവസങ്ങളിലും ഇത് ചർച്ചയാകും. കാരണം ഡി മണിയിലേക്ക് അന്വേഷണ സംഘം എത്തുമ്പോൾ മണിമണിയായി അയാൾ കാര്യങ്ങൾ പറയുകയാണോ എന്നുണ്ടെങ്കിൽ അത് ആരിലേക്കൊക്കെ എത്തിച്ചേരും, തുടരന്വേഷണം എങ്ങനെയാകും, CBI വരുമോ, അതൊക്കെ അറിയാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. വളരെ നന്ദി ഡോക്ടർ PK ഗോപൻ, ശ്രീ റിജിൽ മാക്കുറ്റി, ശ്രീ ഷാജി രാഘവൻ എൻകൗണ്ടറിൽ പങ്കെടുത്തു. ചർച്ച അവസാനിക്കും. നമസ്കാരം.